أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العلي العظيم وقال سيدنا محمد صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم صدق وصدق وبلغه رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ അനുഗ്രഹീതമായ വേദിയെ തങ്ങളുടെ ധന്യ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന സമാദരണീയരും ബഹുമാന്യരുമായ എന്റെ അഭിവന്യ ഗുരുനാഥന്മാർ, ഇവിടെ വളരെ വിശദമായി തന്നെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത ബഹുമാന്യനായ സൈദാലി ബാപ്പുഹാജി, അതുപോലെ തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇസ്ലാമിക സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സത്യത്തിന്റെ ഘോഷത്തിന് കാതോർക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നല്ലവരായ വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഇതിലുപരി സന്തോഷത്തോടുകൂടി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അസത്യം അസത്യമായി തിരിച്ചറിയാനും അതിനെ തിരസ്കരിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖും സൽബുദ്ധിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിശദമായ പ്രഭാഷണങ്ങൾ നടന്നുകഴിഞ്ഞ ഈ വേദിയിൽ ആമുഖങ്ങൾ വല്ലാതെ ദീർഘിപ്പിക്കാതെ ഇവിടെ സലാം സാഹിബും സൈദാലി ബാപ്പുഹാജിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ കമ്പോളത്തിൽ വിലയുള്ള ഡിമാൻഡുള്ള മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഒരു കച്ചവട വസ്തുവാണ് ആത്മീയത എന്ന് പറയുന്നത്. കാരണം പുതിയ ലോകത്ത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഏതു മതസ്ഥരായ ആളുകളാണെങ്കിലും ശരി, ഏത് ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളാണെങ്കിലും ശരി, അവരൊക്കെ ഒരിറ്റും മനസ്സമാധാനത്തിന് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മനുഷ്യന്റെ ഉത്കടമായ ആത്മീയമായ ആഗ്രഹത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ മതങ്ങളുടെ പേരിൽ, വിവിധ ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും പേരിൽ ആത്മീയതയെ കച്ചവടച്ചരക്കാക്കുന്ന കച്ചവടക്കാരും കാട്ടുകള്ളന്മാരും സമൂഹത്തിൽ യഥേഷ്ടം വിഹരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. എല്ലാ മതങ്ങളിലും എല്ലാ ദർശനങ്ങളിലും മനുഷ്യന്റെ ഈ ആത്മീയമായ ദാഹത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവനെ പറ്റിച്ചും വഞ്ചിച്ചും കബളിപ്പിച്ചും ഭൗതികമായ സാമ്പത്തികമായ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി സുഖിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ദൈവങ്ങളും വ്യാജസിദ്ധന്മാരും എല്ലാ മതങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ എല്ലാ നാടുകളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അനുഗ്രഹീതമായ ഇസ്ലാമിക പാരമ്പര്യവും പൈതൃകവും ചരിത്രവുമുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ആത്മീയതയെ ദുരുപയോഗപ്പെടുത്താനും അതിനെ തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. വർത്തമാനകാലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ആത്മീയതയെ നിരാകരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവിടെയുള്ള പുതിയ ചിന്താഗതിക്കാരായ വഹാബി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ജമാഅത്തെ ഇസ്ലാമി പോലെ, മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള
വഹാബി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരിത്തരം കള്ളനാണയങ്ങളെ ഫോക്കസ് ചെയ്ത് അവരെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നു, ഇതാണ് ഇവർ പറയുന്ന ആത്മീയത. ഈ ആത്മീയതയ്ക്ക് എന്തർത്ഥമാണുള്ളത്? എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാമിന്റെ ഭാഗമാണ്, പരിശുദ്ധമായ ദീനിന്റെ ഭാഗമാണ് ആത്മീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തസവുഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തു വന്ന് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം നമുക്കൊക്കെ സുപരിചിതമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈമാനിനെയും ഇസ്ലാമിനെയും കുറിച്ച് മാത്രമല്ല ചോദിച്ചത്, മൂന്നാമതായി ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ നീ അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ, അള്ളാഹു നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ്. ഇനി നിനക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടുകൂടി നീ ഇബാദത്ത് ചെയ്യലാണെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി എല്ലാവർക്കും സുപരിചിതമായ ഹദീസിലുള്ളതാണ്. ആ ഇഹ്സാനാണ് തസവുഫ് എന്ന പേരിലും ആത്മീയത എന്ന പേരിലും തരീഖത്ത് എന്ന പേരിലുമൊക്കെ ഇസ്ലാമിൽ നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മൾ കാണുന്നത്. അത് ഇസ്ലാമിന്റെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഭാഗമാണ്. അത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അത് ഒറിജിനലാണ്. അത് ഒറിജിനൽ ആയതുകൊണ്ടാണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവുന്നത്. യഥാർത്ഥ തരീഖത്തുണ്ട്, യഥാർത്ഥ തസവുഫുണ്ട്, യഥാർത്ഥമായ ആത്മീയ വഴിയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവിടെ ആത്മീയതയുടെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവുന്നു എന്നതാണ്. മറുഭാഗം ഒറിജിനലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം നമുക്കറിയാം ഒറിജിനലിലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഒറിജിനലിലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ചൈന സെറ്റിന് പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായി. എന്തുകൊണ്ട്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒറിജിനൽ ആയതുകൊണ്ട്. ഇനി ഈ ചൈന സുന്നിക്ക് വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല. കാരണം അത് ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റാണ്. അതായത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാകുന്നു എന്നത്, വ്യാജന്മാരുണ്ടാകുന്നു എന്നത് ഒറിജിനൽ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. നമുക്കറിയാലോ, പ്രവാചകൻ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും ഇവിടെ പ്രവാചകത്വം ബാധിച്ച വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകന്മാരുണ്ടായിരുന്നല്ലോ. ആ പ്രവാചകന്മാരെ ഉയർത്തിക്കാണിച്ചിട്ട് പ്രവാചകത്വത്തെ അങ്ങനെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ആത്മീയതയുടെ പേരിൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ള കള്ളനാണയങ്ങൾ ഉലകത്തെ അങ്ങനെ തന്നെ നിരാകരിക്കുന്നത് എന്നാദ്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് തിരിച്ചറിയാനും ഒറിജിനലിന്റെ കൂടെ നിൽക്കാനും ഡ്യൂപ്ലിക്കേറ്റിനെ തള്ളിക്കളയാനുമുള്ള ഒരു മനസ്സന്നദ്ധതയാണ് നമ്മൾ ആദ്യമായി കാണിക്കേണ്ടത്. ആരെങ്കിലും കണ്ടാൽ അവരുടെ പിന്നാലെ പോയി നമ്മുടെ ദീനും ദുന്യാവും ആഖിറവും അവർക്ക് പണയം വെക്കുന്ന ഒരു രീതി, വേഷഭൂഷാദികൾ കണ്ട് കാട്ടിക്കൂട്ടലുകളും ഭാവഹാവകളും പ്രകടനങ്ങളും കണ്ടിട്ടാണ് നമ്മൾ നല്ല ആളുകളാര് തീയ ആളുകളാര് എന്ന് പലപ്പോഴും തീരുമാനിക്കുന്നത്. പ്രത്യക്ഷമായ പ്രകടനങ്ങൾ, അയല് പൊട്ടി വീണ പോലെ ശരീരത്തിൽ മുഴുവൻ വസ്ത്രം, തൊപ്പി, തൊപ്പിന്റെ മേലെ തലപ്പാവ്, തലപ്പാവിന്റെ മേലെ വേറെ ഒല്ലി, പിന്നെ കുപ്പായം, കുപ്പായത്തിന്റെ മേലെ ജുബ്ബ, ജുബ്ബന്റെ മേലെ ഓവർകോട്ട്, 10 വിരലിലും 10 മോതിരം, വലിയ താടി, അതുപോലെ തന്നെ വലിയ ജപമാല, ഇതൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നാൽ അയാൾ തന്നെയാണ് സർവം എന്ന് ചിന്തിക്കുകയും അയാളുടെ കൂടെ പോവുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് സമൂഹത്തിന്റെ ഈ ആത്മീയമായ ദാരിദ്ര്യത്തെയും ദാഹത്തെയും ചൂഷണം ചെയ്യാൻ വേഷം കെട്ടുന്ന ആളുകളുടെ ഏർപ്പാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് കൊണ്ടോട്ടിക്കടുത്ത് വെച്ച് സലാം സാഹിബിന് അറിയാമായിരിക്കും, ഒരു വലിയനെ കയ്യോടെ പിടികൂടി കൈകാര്യം ചെയ്തു വിട്ടത്. ആ വലിയന്റെ പേര് കണ്ണെന്ന. ആ ഔലിയാക്കൾ വേഷം കെട്ടി വരികയാണ്. ആ വേഷം കെട്ടിന്റെ പിന്നാലെ ആളുകൾ പോവുകയാണ്. വ്യാപകമായി ആത്മീയ ചൂഷണം. പുതിയ കാലത്ത് നമുക്കറിയാം, കുത്തുബുസ്സമാന്മാരെ തട്ടി നടക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മേഖലയിൽ പോയാലും കുത്തുബുസ്സമാൻ. ഇവിടെ രാമനാട്ടുകര വൈദ്യരങ്ങാടിയിൽ ഇപ്പോ ഒരു കുത്തുബുസ്സമാൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ആ കുത്തുബുസ്സമാന്റെ രഹസ്യങ്ങൾ പുറത്തു വരും. തൃശൂർ ജില്ലയിൽ ഒരു കുത്തുബുസ്സമാനുണ്ട്. അയാൾ കല്യാണം കഴിച്ചത് സ്വന്തം പെങ്ങളെയാണ്. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ജലാലുദ്ദീൻ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു കുത്തുബുസ്സമാനുണ്ട് തൃശൂർ ജില്ലയിൽ. എന്താ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചാൽ അയാൾ മറുപടി എന്താ? ഇത് ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്താണ് എന്ന്. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്താണ്. അയാളും കുത്തുബുസ്സമാനാണ്. നേരെ ചെറിയ ഡിഗ്രി ഒന്നുമില്ല, നേരെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയിലേക്ക് തന്നെ
ചാടിക്കയറിക്കൊള്ളണം. കുത്തുബുദ്ദമാൻ അല്ലെങ്കിൽ ഷെയ്ഖുദ്ദമാൻ, സുൽത്താനുൽ ഉലമ, ചെറിയ ചെറിയ ഡിഗ്രി ഒന്നുമില്ല. കോഴിക്കോട് ജില്ലയിലുണ്ട് ഒരു കുത്തുബ്. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ല വടകര ഭാഗത്ത് ഒരു കുത്തുബുണ്ട്. ആ കുത്തുബിന്റെ അവകാശവാദം എന്ന് പറയുന്നത് എല്ലാ സമയത്തും 10ഓളം പ്രവാചകന്മാർ തന്റെ കൂടെ ഉണ്ടാവുന്ന, ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് വരെ അയാളുടെ മുരീദാണത്രേ. അങ്ങനെയാണ് അയാൾ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള അവകാശവാദങ്ങളുമായി ഒരുപാട് കുത്തുബുകൾ രംഗപ്രവേശം ചെയ്യുന്ന, കുത്തുബുകളെ തട്ടി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ, ആത്മീയതയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഈ സമൂഹത്തെ ആസൂത്രിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു തട്ടിപ്പുകാരനാണ്, വലിയൊരു കള്ളനാണ് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട ആലുവയിലെ തുരുത്തു സ്വദേശി കളരിക്കൽ യൂസുഫ് എന്ന് പറയുന്നയാള്. ഞാനൊക്കെ ഇതുവരെ മനസ്സിലാക്കിയത് തട്ടിപ്പിന്റെ ഉസ്താദ് കാന്തപുരാണെന്നാ. എന്നാൽ ഇയാളെ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് കാന്തപുരം പോലും ഇയാളെ പോയി ശിക്ഷപ്പെടേണ്ടി വരും. അത്ര വലിയ തട്ടിപ്പാ. ഇയാളുടെ തട്ടിപ്പിന്റെ മുന്നിൽ സാക്ഷാൽ കാന്തപുരം ഉസ്താദിന്റെ തട്ടിപ്പൊന്നും ഒന്നുമല്ല. ആ രീതിയിലാണ് സമൂഹത്തെ കബളിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് അലിഫ് ബ അറിയാത്ത ഒരാൾ, ഒരു പക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും എന്തിനിത്ര രൂക്ഷമായ ശൈലി. നേരത്തെ ഇവിടെ സലാം സാഹിബ് പ്രസംഗിച്ചപ്പോൾ വളരെ രൂക്ഷമായ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തിനിങ്ങനെ രൂക്ഷമായ ശൈലി? ആ ശൈലിയാണ് അയാൾ അറിയിക്കുന്നത്. ഒരു പ്രതിപക്ഷ ബഹുമാനവും അർഹിക്കാത്ത ഒരു മനുഷ്യൻ, ഒരു നയാ പൈസയുടെ വിവരമില്ലാത്ത, ഇൽമില്ലാത്ത മനുഷ്യൻ. അയാൾ കുത്തുബാണ് എന്ന് പറയുന്നു, ഔസാണെന്ന് പറയുന്നു, 4 മദ്ഹബുകളിലും മുത്തബഹിറാണെന്ന് പറയുന്നു, 4 വേദങ്ങളും മനപ്പാടമുള്ള മഹാപണ്ഡിതനാണെന്ന് പറയുന്നു, സാഹിബുൽ കറാമയാണെന്ന് പറയുന്നു. അങ്ങനെ വ്യാപകമായ പ്രചരണങ്ങളുണ്ട്, പറയാത്തതൊന്നുമില്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അജ്മീറിൽ പോയി ഒന്നും കണ്ടില്ല, ബഗ്ദാദിൽ പോയി ഒന്നും കണ്ടില്ല. എന്താ അതിന്റെ അർത്ഥം? അജ്മീറിലുള്ള ഖാജ ഗരീബ് നവാസ് സുൽത്താനുൽ ഹിന്ദിനേക്കാൾ മുകളിലാണ് ഞാൻ, ബഗ്ദാദിലുള്ള സുൽത്താനുൽ ഔലിയേക്കാൾ മുന്നിലാണ് ഞാൻ, അവരെക്കാളൊക്കെ മുകളിലാണ് ഞാൻ. പടച്ചോൻ കാത്തു മദീനയിൽ ചെന്നപ്പോഴത്ര മൂപ്പരന്തം കണ്ടത്. ഈ രീതിയിൽ വ്യാപകമായ പ്രചരണം. എന്നാൽ അയാളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമുണ്ട്. അയാൾ കുതുബുമല്ല, ഔസുമല്ല, അയാൾ പക്ക ജാഹില. പക്ക ജാഹിൽ എന്ന് പറഞ്ഞാൽ ജഹിൽ മുറക്കബ്, ജഹാലത്തിന്റെ അട്ടിപ്പേറ. ആൾ ഫാസിക്കാണ്, ഫാജിറാണ്, ലാലിമാണ്. കേവലം ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ പോലും, കുത്തുബ് പോട്ടെ, വലിയ പോട്ടെ, ഷെയ്ഖ് പോട്ടെ, മുരീദ് പോട്ടെ, കേവലം ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ പോലുമില്ലാത്തയാളാണ് അയാൾ എന്ന് കൃത്യമായി നമുക്ക് അയാളെക്കുറിച്ച് പഠിച്ചാൽ, അയാളുടെ സംസ്കാരം, അയാളുടെ സ്വഭാവം, അയാളുടെ ജീവിതം, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ വലിയ വലിയ പണ്ഡിതന്മാര് ഒരുപാട് കാലം പഠിച്ച് ദർസ് ഓതി, ഒരുപാട് കാലം കുട്ടികളെ പഠിപ്പിച്ച് പരിചയമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഇത്തരം തട്ടിപ്പുകാരുടെ വലയിൽ കുടുങ്ങിയിട്ട് അയാൾ എന്തു പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് അധപ്പതിച്ചു പോകുന്നതിന്റെ ചില അടയാളങ്ങൾ, ചില ദൃശ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞതിന്റെ ചില തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തു പറഞ്ഞോ ആ പറഞ്ഞെടുത്തു നിൽക്കാനും ഒരിക്കലും തിരുത്തേണ്ടി വരാത്ത വിധം സുചിന്തിതമായ അഭിപ്രായം മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയാറുള്ളൂ എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ആലുവ തരീക്കത്തിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വൃത്താന്തങ്ങൾ. ഇത് സത്യസന്ധമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഇരിക്കുന്ന സയ്യിദ് അലി ബാപ്പു ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ. ഇവിടെ വരേണ്ടിയിരുന്ന സലാം ഹാജി വാടാനപ്പള്ളി പോലുള്ള പ്രമുഖരായ ആളുകൾ, ഞങ്ങൾ നേരിട്ട് വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ലെന്നും മറ്റൊരു വേദിയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ അനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണെന്നും വാടാനപ്പള്ളി സലാം ഹാജി പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള അസ്സാബിക്കൂനൽ അവ്വലൂനായിട്ടുള്ള ആളുകൾ മുഴുവൻ മയ്യത്തിന്റെ തലയിൽ നിന്ന് പേനിറങ്ങുന്നത് പോലെ ഈ കള്ള ശൈഖിനെ ഒഴിവാക്കി വലിച്ചെറിഞ്ഞ് പുറത്തു വരികയാണ്.
സാക്ഷാൽ ഇസ്മായിൽ ഫൈസി അദ്ദേഹത്തിന് തരീക്കത്തിലേക്ക് വഴി കാണിച്ച വയനാട്ടുകാരൻ സൈനുൽ ആബിദ് ഫൈലി ഇന്ന് തരീക്കത്തിലില്ല. ഗൗസിയ ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന ട്രഷററായ ജലീൽ ബാക്കവി പെരുമ്പാവൂർ ഇന്ന് തരീക്കത്തിലില്ല. അതുപോലെയുള്ള പ്രമുഖരായ ഖലീഫമാരും ഗൗസിയ ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പർമാരുമായിട്ടുള്ള പ്രമുഖരായ ആളുകൾ സത്യം മനസ്സിലാക്കിയിട്ട് ഈ തരീക്കത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്നതു തന്നെയാണ് ഇത് സത്യമല്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. കാരണം മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സഹീഹിൽ ബാബു ബദൽ വഹിയിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. വേദപണ്ഡിതനായ ഹിരാക്ലിയസ് ചക്രവർത്തി ഹിറക്കൽ രാജാവ് മഹാനായ അബൂ സുഫിയാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ കുഫ്രിയായ കാലഘട്ടത്തിൽ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം. മക്കയിൽ വന്ന അറേബ്യയിൽ വന്ന പുതിയ പ്രവാചകനെ കുറിച്ച് ഹിരാക്ലിയസ് ചക്രവർത്തി ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ പ്രവാചകന്റെ കൂടെ കൂടിയ ആളുകൾ അയാൾ ശരിയല്ല, ഈ ആദർശം ശരിയല്ല എന്ന് പറഞ്ഞ് രാജിവെച്ച് ഇറങ്ങിപ്പോയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഹിരാക്ലിയസ് ചക്രവർത്തി മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ. അന്ന് കടുത്ത മുശ്രിക്കായ ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായ അബൂ സുഫിയാൻ സത്യമായി പറഞ്ഞു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല രാജാവേ. വേദപണ്ഡിതനായ ഹിരാക്ലിയസ് ചക്രവർത്തി പറഞ്ഞു, എന്നാൽ അതാണ് ആ പ്രസ്ഥാനം സത്യസന്ധമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. സത്യപ്രസ്ഥാനത്തിലാണെങ്കിൽ അതിൽ ചേർന്ന ആളുകൾ പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു ഏർപ്പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ്, എന്നാൽ ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു ചരിത്രം നമുക്കറിയില്ല. ഇതുതന്നെയാണ്, ഇത് സത്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഈ ഒരു തരീക്കത്ത് ആളുകളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുധീരമായൊരു തീരുമാനം, ഈ തരീക്കത്ത് ശരിയല്ല. അതുവഴി സമസ്തക്ക് സംഘടനാപരമായ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഘടനാപരമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത പുതുക്കിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു, ഇയാൾ ശരിയായ ശൈഖല്ല, ഇത് ശരിയായ തരീക്കത്തല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എല്ലാ വിഷയത്തിലും എടുത്ത സുചിന്തിതമായ നിലപാടാണ്. ആ നിലപാടിന്റെ കൂടെ നിൽക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടിന്റെ കൂടെ നിൽക്കുകയാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കരണീയമായത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സമസ്ത എന്തു പറഞ്ഞോ അവിടെ നിൽക്കുക. കാരണം ഇവിടെയുള്ളത് സത്യസന്ധരായ നേതാക്കളാണ്, ഇവിടെയുള്ളത് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന നേതാക്കളാണ്. ഒരു വിഷയത്തെക്കുറിച്ചും എടുത്തു ചാടി അഭിപ്രായം പറയാതെ സുചിന്തിതമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന നേതാക്കളാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതാണ് കരണീയം. അള്ളാഹു ഈ സംഘശക്തിയെ നിലനിർത്തി തരുമാറാവട്ടെ. ഇവരെ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ആലുവയിലെ ഈ പറയുന്ന യൂസുഫ് കാക്കയുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളും പറയുന്നത് എന്താ? ഞങ്ങളുടെ ആഖിറ നന്നാവണം, ഞങ്ങളുടെ ആക്കിബത്ത് നന്നാവണം, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ചിരിച്ചു മരിക്കണം, അതിനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്നാ. സാക്ഷാൽ ഫൈസി അബ്ബാസ് വൈക്കടവ് പറയട്ടെ, എന്തിനാണ് ഇവര് തരീക്കത്തിന്റെ പിന്നാലെ യൂസുഫ് സുൽത്താന്റെ പിന്നാലെ നിൽക്കുന്ന രണ്ടാമത്തെ ക്ലിപ്പ്? അതല്ല, രണ്ടാമത്തെ ഞാൻ നിങ്ങളോട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പറയുന്നു, ഈമാനിലായി മരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, പൂർണ്ണ തൗഹീദിലായി മരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്റെ ശൈഖ്, ഞങ്ങളുടെ ശൈഖ് ഖുത്ബുസ്സമാൻ എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിന്റെ നായകനെ പിടിച്ചാൽ ഈമാനിലായി, സന്തോഷത്തിലായി, തൗഹീദിലായി ചിരിച്ചു മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയും. അതാ പറയുന്നു, ഉറപ്പിച്ച് തറപ്പിച്ച്. അതിനല്ലേ സംഘടന വേണ്ടി, അതിനല്ലേ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. കണ്ടല്ലോ നിങ്ങള്, ഫൈസി അബ്ബാസ് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാ, ഇവിടെ നിന്നോ എന്നാ ചിരിച്ച് ഈമാൻ
കാമിലായി മരിക്കാൻ കഴിയും. അതിനാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പിന്നാലെ നിൽക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഈ കുത്തുബുസ്സമാനാണ് എന്ന് പറയുന്ന ഇയാളിലുള്ളത് എന്നൊന്ന് അന്വേഷിക്കാൻ, പരിശോധിക്കാൻ തയ്യാറാവണ്ടേ? അയാൾ എന്തു പറഞ്ഞാലും അത് അണ്ണാക്കു തൊടാതെ വിഴുങ്ങുകയും അതിന് ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും കണ്ടെത്തുകയും ചെയ്യുന്നതിന് പകരം ഇത് നാളെ ആഖിറത്തിൽ വിജയിക്കാനുള്ള കാര്യമാണ്, ദീനും ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനുള്ള കാര്യമാണ്. അതുകൊണ്ട് ചിന്തിച്ചാലോചിച്ചു വേണം ഞാനിവിടെ നിൽക്കാൻ എന്ന ബോധത്തോടെയല്ലേ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്, ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ആരാണ് ഷെയ്ഖ്? ആരാണ് മുറബ്ബിയായ മശായിഖുമാർ? അവർക്കുണ്ടാവേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? അവർക്കുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവർക്കുണ്ടാവേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയേണ്ടതാരാ? ഞാനും നിങ്ങളും അല്ലല്ലോ. മഹാരഥന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ, മുത്തസവ്വിഫീങ്ങളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരണം. തരീഖത്തിന്റെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരണം. ആരായിരിക്കണം ഷെയ്ഖ്? മുറബ്ബിയായ ഷെയ്ഖ് ആരായിരിക്കണം? ആരുടെ കൂടെ നിന്നാലാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? ഈ വിഷയത്തിൽ പണ്ഡിതന്മാരെന്ത് പറയുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കാം. മഹാനായ ആത്മീയ ലോകത്തെ ജാജല്യമാനമായ സാന്നിധ്യമായ അല്ലാമ ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുറബ്ബിയായ ഷെയ്ഖിനുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ, വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. സമയത്തു ഷെയ്ഖ് മുഹമ്മദ് അൽ മുനീരി റഹിമഹുല്ല, എന്റെ ഷെയ്ഖായ മുഹമ്മദുൽ മുനീരിയെ ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു മൻ റഅയ്തുമുഹു യദ്ദഇ തരീഖൽ ഖൗമി ഫസ്അലുഹു അൻ മുശ്കിലാത്തി അബ്വാബിൽ ഫിഖ്. ഒരാൾ ഒരു തരീഖത്തുമായി വന്നാൽ, ഞാനൊരു തരീഖത്തിന്റെ ഷെയ്ഖാണ് എന്ന അവകാശവാദവുമായി ഒരാൾ വന്നാൽ അയാളോട് നിങ്ങൾ കർമ്മശാസ്ത്രത്തിലെ ഫിഖിലെ സങ്കീർണമായ മസലകളെ കുറിച്ച് ചോദിക്കണം. മിൻ ബാബി തഹാറത്തി ഇല ആഖിരി അബ്വാബിൽ ഫിഖ്, തഹാറത്ത് മുതൽ ഫിഖിലെ അവസാനത്തെ ബാബ് വരെയുള്ള കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും മസലകളെക്കുറിച്ച് അയാളോട് നിങ്ങൾ ചോദിക്കണം. ഫൈൻ റഅയ്തുമുഹു യഫ്ഹമുഹാ വയഹില്ലു മുശ്കിലാത്തിഹാ, അയാൾക്കതറിയാമെന്നും ആ കർമ്മശാസ്ത്രപരമായ സങ്കീർണതകളെ ഇഴപിരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്താൻ അയാൾക്ക് കഴിയുമെന്നും കണ്ടാൽ ഫതലമ്മദൂ ലഹു, നിങ്ങൾ അയാളുടെ കൂടെ കൂടിക്കോളൂ. വഇല്ലാ ഫബഉദു അൻഹു, അല്ലെങ്കിൽ നിങ്ങൾ അയാളുടെ കൂടെ നിൽക്കരുത്. മാത്രമല്ല വനഫിറു തലാമിദത അൻ മിസ്ലിഹി, അതുപോലെയുള്ള വ്യാജ ഷെയ്ഖുമാരെ കൂടെ നിൽക്കുന്ന ആളുകളെ ഈ അപകടാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പിന്തിരിപ്പിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം അടിവരയിട്ട് മനസ്സിലാക്കണം, ഫഇന്നഹു ശൈത്താനുൻ ഫീ സൂറത്തി ഇൻസാനാണെന്നൊക്കെ പറയും, എന്നാലും അയാൾ ശൈത്താനാണ്. ആരാ പറയുന്നത്? മഹാനായ ഇമാമു ഷഹറാനി റഹിമഹുല്ല. ഈ ഒരു മാനദണ്ഡം വെച്ച് നമ്മൾ ഈ കളരിക്കൽ യൂസുഫിനെ ഒന്ന് അളക്കുകയാണ്. അയാളുടെ ഇൽമിന്റെ ആഴം എത്രയാണ്? അയാളുടെ അറിവിന്റെ ആഴം എത്രയാണ്? 4 മദ്ഹബിലും മുത്തബഹിറാണ് എന്നാ പറയുന്നത്. 4 മദ്ഹബിലും മുത്തബഹിർ. പിന്നെയോ 4 വേദങ്ങളിൽ, ഖുർആനിൽ മാത്രമല്ല, ഇഞ്ചീൽ, സബൂർ, തൗറാത്ത്, 4 വേദങ്ങളും മനപ്പാടം. എന്നാൽ സത്യം പറഞ്ഞാൽ ഖുർആൻ പോലും നേരാമണ്ണം ഓതാൻ അറിയാത്തയാളാണ് ഈ പറയുന്ന യൂസുഫ്. ഖുർആൻ പോലും നേരാമണ്ണം ഓതാൻ അറിയാത്തയാള്. മഹാബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് പണ്ട് വെല്ലുവിളിച്ചിരുന്നു, ഖുർആനിലെ ഞാൻ പറയുന്ന ഒരായത്ത് ഓതി കേൾപ്പിച്ചാൽ, ഞാൻ പറയുന്ന ഒരായത്ത് നോക്കി ഓതിയാൽ ഞാൻ ഇയാൾ അംഗീകരിച്ചോളാം. ആ വെല്ലുവിളിക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഖുർആനിൽ ഒരായത്ത് പോലും നോക്കി ഓതാൻ അറിയാത്ത പടുജായിലാണ് ഈ കുത്തുബുസ്സമാൻ എന്ന് പറയുന്നയാള്. ഇയാളുടെ ഇൽമിന്റെ ആഴം നമ്മൾ അടുത്ത ക്ലിപ്പൊന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉദവി മുണ്ടമ്പറമ്പ് ഇയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ കദ്ദാബാണ് കേട്ടോ, നിങ്ങൾ കദ്ദാബാണ്, പെരുങ്കള്ളനാണ്. മാത്രമല്ല ഇന്നി അലിംതു അന്നക ലൈസ ബിശൈഖിൻ മുറബ്ബിൻ, നിങ്ങളൊരു മുറബ്ബിയായ ശൈഖും അല്ല, നിങ്ങളൊരു മണ്ണാങ്കട്ടയല്ല എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ എന്ന് ഇയാളോട് നേരിട്ട് പറഞ്ഞിട്ട് പോലും അയാൾ അത് ചിരിച്ച് സമ്മതിക്കുക. കാരണം എന്താ? മൂപ്പരിക്കത് മനസ്സിലാകുന്നില്ല. എന്താ? ഒരു ഒച്ച കേൾക്കാന്നല്ലാതെ ഇതെന്താന്ന് മനസ്സിലാവണ്ടേ? നിങ്ങൾ കദ്ദാബാണ് എന്ന് ഞാൻ ഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ മുറബ്ബിയുമല്ല, നിങ്ങൾ ഷെയ്ഖുമല്ല, ഒരു മണ്ണാങ്കട്ടയല്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിക്കുകയാണ്. 4 മദ്ഹബിലും മുത്തബഹിറായ 4 വേദങ്ങളും മനപ്പാടമുള്ള ആലിമുൽ അല്ലാമയായി ഷെയ്ഖ് ചെയ്യുന്നത്. അതൊന്ന് കേൾക്ക് നിങ്ങൾ. എന്റെ നാട്ടിലൊരു ആരിഫ് ഇയാട് തങ്ങളെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മുരീദുണ്ട്. ഇയാട് തങ്ങള്
അപ്പൊ അത് നിങ്ങൾ എന്നോട് പറഞ്ഞു മഹാനവറുകൾക്ക് ഇഞ്ചീല് ജബൂറ് തൗറത്ത് മുഴുവനും മനപ്പാടാണെന്നില്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച. അപ്പൊ ഇയാട് തങ്ങളെ വീട്ടില് ജോലി ചെയ്യുന്ന ഒരു മുരീദുണ്ട് കോഴിക്കോട്. ഇയാട് തങ്ങളെ മുരീദിനോട് പറഞ്ഞു മഹാനവറുകൾക്ക് ഇഞ്ചീലും തൗറാത്തും ജബൂറൊക്കെ മനപ്പാടാണ് ഹിഫ്ലാണെന്ന് പറഞ്ഞു ഇയാട് തങ്ങളെ മുരീദ്. അതറിഞ്ഞപ്പോ സന്തോഷമില്ല. അത് മഹാൻ ഇവിടുന്ന് പഠിച്ചതാണ്, ബോംബെന്ന് ഹിഫ്ലാക്കിയതാണോ അതൊന്നും അറിയില്ല. ഇത് സംശയം കേട്ടല്ലോ നിങ്ങള്. 4 വേദങ്ങളും മനപ്പാടമാണ് ഇയാൾക്ക്. ഇതാണ് അവകാശവാദം. അയാൾ തന്നെ ഒരു കിബ്റും ഇല്ലാതെ അവകാശപ്പെടുന്നതാണ് 4 വേദങ്ങളും മനപ്പാടമാണ്. 4 മദ്ഹബിലും മുത്തഫഹിറാണ്. ശിഷ്യന്മാരും മുരീദന്മാരും പ്രസംഗിക്കുന്നു പറയുന്ന എന്ത് വിഷയം ചോദിച്ചാലും അതിനപ്പം തന്നെ മറുപടി കിട്ടുന്ന. എന്നാൽ ഇയാളുടെ ഇൽമിന്റെ ആഴം, അടുത്ത ക്ലിപ്പൊന്ന് കേൾക്ക്, ഇയാളുടെ ഇൽമിന്റെ ആഴം നേരിട്ട് നിങ്ങൾ കള്ളാബാണെന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളനാണെന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് മനസ്സിലാകുന്നില്ല. മൂപ്പരത് സമ്മതിക്കാണ്. ഞാനൊരു കാര്യം മഹാൻ ഇവിടുന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഈ ദൗത്യം പോലെ ഉയർത്തിപ്പിടിച്ച ഒരു നേതാവ് വന്നിട്ടില്ല. കാരണം 4 മുമ്പ് റസൂലുള്ള. അപ്പൊ ഞാൻ ഖുർത്തുബിയുടെ തഫ്സീർ നോക്കുന്ന സമയത്ത് ഒരു ഹദീസ് ഞാൻ വായിച്ചു. അലാ ഉമ്മത്തി സമാനു വയഖൂലുഹും അന്നഹും മുറബ്ബൂന വയഖൂലു അന ശൈഖൻ വഹാദ റജുലുൻ കസാബൻ. ഖിയാമത്ത് ഒരുപാട് ആളുകൾ വരും, കസാബിയങ്ങളായിരിക്കും. അപ്പൊ ഇനി അരിമുത്തു അനക്ക് ലൈസ് ശൈഖൻ മുറബ്ബി. ഞാൻ അത്ഭുതപ്പെടുന്നു. അപ്പൊ നമ്മൾ തുറന്നു പറയാം, എന്റെ ജ്യേഷ്ഠൻ ഒരു കന്യാര തെരീക്കത്തിൽ കൂടിയാണ്. കന്യാരുടെ മഹാൻ കണ്ടോ? അറിവില്ലെങ്കിൽ അതിന്റെ കിബറൊന്നുമില്ല. കന്യാല എന്നെ കണ്ട ഓടും. മഹാനായ കന്യാല മൗല അബ്ദുള്ള ഹാജി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീസ് മഹാനവർകൾ എന്നെ കണ്ട ഓടും. ഈ അജ്ഞതന്റെ അഹങ്കാരമൊന്നും മൂപ്പർക്കില്ല. പറയട്ടെ, ബാക്കി പറയട്ടെ. ഞാൻ ദിക്റൊക്കെ വാങ്ങിയാളാ, പക്ഷെ പണ്ട് ഒഴിവാക്കിയില്ല. അപ്പം ദേശം പറഞ്ഞത് ഈ കരാറ് പുതുക്കണമെന്ന് ഖുർആനിലുണ്ടോ? കരാറ് പുതുക്കണമെന്ന് ഖുർആനിലും ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടല്ലോ കരാറ് പുതുക്കണം. ഞാൻ ഒരു വർഷം വന്നുകൊണ്ടില്ല. മീസാഖൻ നബിയീന എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കന്മാർ. ഈ അമ്പിയാക്കന്മാരോട് ഉള്ള കരാറ് ചെയ്തിട്ട് അത് അല്ല നമ്മളോടും കരാർ വാങ്ങിയിട്ടുണ്ട്. അലസ്തു ബിറബ്ബിക്കും നബീന വന്നാസ് അലസ്തു ബിറബ്ബിക്കും ഫഖാലു ലസ്തു ബിറബ്ബിന എന്ന് പറഞ്ഞില്ല. കണ്ടോ? ആകെ ഇവർക്ക് പറയാനുള്ളത് ഈ കരാറ് പുതുക്കുന്ന കാര്യമാണ്. ആ കരാറ് പുതുക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ പറയുന്ന കാര്യം പോലും ഈ കാക്കറിയില്ല. ബബ്ബ അടിക്കുക ഖുർആൻ ഓതുമ്പോ. അബൂബക്കർ മുണ്ടമർ പരീക്ഷിക്കാൻ വേണ്ടി ഖുർആൻ തെറ്റായി ഓതിക്കൊടുത്ത് അത് തിരുത്താൻ പോലും ഈ സാധുവിന് കഴിയുന്നില്ല. അതാണ് ഇയാളെ അവസ്ഥ, ഇൽമിന്റെ അവസ്ഥ. നമ്മൾ പറഞ്ഞു ആ കരാർ അത് റൂഹിനോട് പറഞ്ഞു. അപ്പൊ ആ റൂഹാണ് ഇനിയിപ്പോ നമ്മൾ തിരിക്കുന്നത്. അപ്പൊ ഈ റൂഹ് ഇവിടെ മോഹിനാവും, അത് റൂഹിൽ പതിയാവും. അപ്പൊ എന്നോട് ചോദിച്ചാൽ ആ കരാറ് ദുനിയാവിൽ ഇതിൽ പുതുക്കണം എന്നിവിടെ അല്ലേ? ഞാൻ പറഞ്ഞു ശേഷം ചോദിക്കാനേ, കരാറ് വാങ്ങിയിരുന്നതിൽ ഖുർആനിലുണ്ട്, കരാറ് പുതുക്കണം എന്ന് ഖുർആനിലും ഹദീസിലുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു കരാറ് പുതുക്കണം എന്നില്ലോ ഖുർആനിലുണ്ട്. ഖുർആനിലെ സൂറത്ത് നിസാ 64-ാമത്തെ ആയത്തില് വലുവല്ലോന്നുള്ളവരും അപ്പത്തും ജാവുക്ക് പസ്തോത്രം റസൂൽ അബ്ദുള്ള തല്ലാബർ റഹീമ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലിനെ പിടിച്ച് കരാറ് പുതുക്കണം എന്ന് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു. അപ്പൊ ഒന്നും ഉണ്ടാല്ല. അപ്പൊ ഞാൻ മനസ്സിലായി നമ്മളിത് വിജയിക്കുക തന്നെയായിരുന്നു. പിന്നെ എനിക്ക് വേറെ സംശയം, ഈ പിന്നെ ഒരു സംശയം കേട്ടോളി. അബൂബക്കർ മുണ്ടമ്പറമ്പ് അബൂബക്കർ ഹുദവി ഷേഖിനോട് ചോദിക്കാണ്, നിങ്ങൾ എന്റെ പരിചയക്കാരനായ ഒരു മുജാഹിദ് അലി അക്ബർ മൗലവി, അയാൾ ചിരിച്ചിട്ടാണല്ലോ മരിച്ചത്, എന്താ അതിന്റെ കാരണം? കുടുങ്ങിയല്ലോ. ആകെ എന്റെ തരീക്കത്തിൽ കൂടിയാലേ ചിരിച്ചു മരിക്കൂ എന്ന് പറഞ്ഞ ആളോടാണ് ചോദ്യം. അയാളെ മറുപടി എന്താ? അയാൾ ഏതെങ്കിലും തരീക്കത്ത് കൂടിയിട്ടുണ്ടാവും, ആരോടെങ്കിലും അമല് വാങ്ങിയിട്ടുണ്ടാവും. പറയട്ടെ. നമുക്കൊരു മരിക്കുന്ന സമയത്ത് രാവിലെയുള്ള ഭയങ്കര ചിരിച്ചോടെ മരിച്ചത്. അയാൾ പക്ക മുജാഹിദാണ്. മഞ്ചേരി ആമയൂർ ഒരു അലി അക്ബർ മൗലവി എന്ന് പറഞ്ഞ മുജാഹിദിന്റെ നേതാവ് കൊടുത്തിട്ടുണ്ടാവില്ലേ? മുജാഹിദ് ചിലപ്പോൾ തെരീക്കത്ത് തെരീക്കത്ത് വാങ്ങും. അടുത്ത സംശയമാണ് ബഹുരസം. MN വിജയൻ മരിച്ചത് നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. തൃശ്ശൂര് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ
പത്രസമ്മേളനം നടത്തുന്നതിന് പറഞ്ഞ വാക്ക് മുഴുമിപ്പിക്കാൻ കഴിയാതെ എം വിജയൻ ആ പത്രസമ്മേളനത്തിനിടയിൽ മരണപ്പെട്ടു. നമുക്കൊക്കെ അറിയാം. വാ പൊളിച്ചിങ്ങനെ ഇരിക്കുന്ന ചിത്രം നമ്മളൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. അടുത്ത സംശയം, എം വിജയൻ ചിരിച്ചിട്ടാണല്ലോ മരിച്ചത്. എം വിജയൻ ചിരിച്ചിട്ടാണല്ലോ മരിച്ചത്. അയാൾ തെരീക്കത്ത് കൂടിയിട്ടാ? എന്താ മറുപടി കേൾക്ക്. പത്രസമ്മേളനം നടക്കുമ്പോൾ മരിച്ചു. അപ്പൊ അയാൾ ചിരിച്ചിട്ടാ മരിക്കണത്. അപ്പൊ എന്നോട് ഒരു ഉസ്താദ്, ഒരു അബ്ദുള്ള അൻവരിയാർ ഉസ്താദ് ചോദിച്ചു, എം വിജയൻ മരിക്കണത് ചിരിച്ചാണ്ടാണല്ലോ മരിച്ചത്. അപ്പം അയാൾക്ക് മനസ്സിലാണ് അയാൾക്ക് ഈമാൻ്റെതാണല്ലോ, അയാൾക്ക് ഇപ്പൊ തെരീക്കത്തുണ്ടായിട്ടാണോ? അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളറിയില്ലായിരുന്നു. എന്റെ മറുപടി അറിയാം, ഒരാള് നമ്മുടെ ആയുർവേദ പച്ചക്കാവെന്ന് പറയാൻ പറ്റൂല. കണ്ടോ, എം വിജയനെ കുറിച്ച് പച്ച കാഫിറാന്ന് പറയണ്ട. അയാൾ മുഅ്മിനാണ്. അയാൾ എന്റെ തെരീക്കത്ത് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആകെ ഇയാളെ തെരീക്കത്ത് കൂടിയാലേ ചിരിച്ചു മരിക്കാൻ പറ്റൂ. അപ്പൊ എം വിജയൻ അയാൾ ചിരിച്ചു മരിച്ചതല്ല. അയാൾ തുറന്ന തൊള്ള അങ്ങനെ തന്നെ വെച്ച് മരിച്ചു, പൂട്ടാൻ കഴിഞ്ഞില്ല. അതാ ഉണ്ടായത്. എന്നാലോ അതും എം വിജയൻ മുഅ്മിനായതുകൊണ്ടായിരിക്കാം എന്നാണ് ഇയാൾ പറയുന്നത്. വെറുതെ അല്ല ഇയാളെ കൂടെ കൂടിയ ആളുകളൊക്കെ ചിരിച്ചു മരിക്കുന്ന കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്തരം പച്ച പോയത്തങ്ങളും പൊട്ടത്തരങ്ങളും കേട്ട ആളുകൾ ചിരിച്ചു മരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ചിരിച്ചു മരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എം വിജയൻ മുഅ്മിനാണത്രേ. ഇതാണ് ഇയാളുടെ അറിവിന്റെ ആഴം, ഇയാളുടെ ബോധത്തിന്റെ ലോകവിവരത്തിന്റെ ആഴം. ഇനി അടുത്ത ഇത് കേട്ടോളൂ, വളരെ രസകരമായി അബൂബക്കർ ഉദവി മുണ്ടമ്പറമ്പ് പറഞ്ഞു ഇയാളോട്, മഹാനെ, നിങ്ങൾ ബഗ്ദാദിൽ പോയി തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ചെല്ലാൻ നിർദ്ദേശിച്ച ദിക്റുകൾ ചൊല്ലി ഞാൻ എന്റെ നിസ്കാരങ്ങളിൽ റുബൂബിയത്തും ഉലൂഹിയത്തും സമദിയത്തും അങ്ങയിൽ നിക്ഷിപ്തമാക്കി നിസ്കരിച്ചോട്ടെ. എന്താ അതിന്റെ അർത്ഥം? ആർക്കും അറിയാം. നിങ്ങളെ ഇലാഹാക്കി, നിങ്ങളെ റബ്ബാക്കി, നിങ്ങളെ സ്വമതാക്കി ഞാൻ നിസ്കരിച്ചോട്ടെ എന്ന്. പക്ഷേ ഈ ഉലൂഹിയത്തെന്താ, റുബൂബിയത്തെന്താ, സ്വമദിയത്തെന്താ, ഈ പൊട്ടന് മനസ്സിലാവണ്ടേ? അബൂബക്കർ ചോദിക്കാം, പക്കാ ശിർക്കാണത്, പക്കാ ശിർക്ക്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് വിശ്വസിക്കുന്ന, അള്ളാഹു അല്ലാതെ മറ്റൊരു റബ്ബില്ലെന്ന് വിശ്വസിക്കുന്ന, അള്ളാഹു സ്വമതാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സൃഷ്ടിയിൽ ഉലൂഹിയത്തും റുബൂബിയത്തും സ്വമദിയത്തും നിക്ഷിപ്തമാക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് പക്കാ ശിർക്കാണ്. എന്നാൽ അങ്ങനെ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇയാൾ എന്താ പറഞ്ഞത്? അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാ. കേൾക്ക് നിങ്ങള്. ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പരിപാടി ഇന്നെ നമ്മളെ പരിപാടി മറ്റേ അമ്പലക്കട വന്നവിടെ പ്രസംഗത്തിൽ പോയി. ഇവരൊന്നും പറഞ്ഞിട്ടില്ല. പെരുമ്പാവൂർ അമ്പലക്കടന്റെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. അതിന് അമ്പലക്കട പ്രത്യേകിച്ച് എതിർത്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവർക്കൊന്നും പറയാൻ ഉണ്ടായിട്ടില്ല. ഇവർക്കൊരു മറുപടി ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മള് സലായിക്കുന്ന മറുപടി ഉണ്ട്. സക്രിയ സലായിക്ക് തെരീക്കത്തിനോടെ വിമർശിച്ച് പറഞ്ഞല്ലോ സലായി. അതിന് വരെ കേരളം കൊടുക്കണ്ടല്ലേ? നമ്മളിപ്പോ ഒന്ന് ഞാൻ മജീദ് വീക്ക് രാവിലെ വിളിച്ചിരുന്നു. ഒന്ന് ഓഡിറ്റോറിയത്തിൽ നല്ലൊരു മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് വേറെ നജീബ് മൗലവി എന്നാണ് ഇപ്പൊ സംസ്ഥാനവും ദക്ഷിണയും ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളടിക്കാനുള്ള പരിപാടിയാ. അപ്പൊ ഇനി നമ്മളൊന്ന് രംഗത്ത് ഇറങ്ങണം. ആരെ പറഞ്ഞു എല്ലാവരും അറിയാം. പോലും പോവാം. അങ്ങനെ കളിക്കാനൊന്നും സംഘടന വിജയിക്കും. പിന്നെ ഇനിയിപ്പോ മഹാന് അവിടെ എന്നിട്ട് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ ബഗ്ദാദിക്ക് പോവാണെങ്കിൽ ഇനി വരണ എത്ര ദിവസം പിടിക്കും ബഗ്ദാദില്? ഞാനിപ്പോ അവിടെ പോയാല് 15-19 ബഗ്ദാദില് പരിപാടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം എത്ര ദിവസം മാഷാ അല്ലാഹ്. ഇന്നൊരു ദിവസം ബസ്രയിലും കൂടും. ബസ്രയില് പോകണം. കർബല മാഷാ അല്ലാഹ്. പിന്നെ 2 ദിവസം അവിടെ ഇമാമും പിന്നെ ഞങ്ങൾ 6-ലെപ്പെട്ട 10-12 ഇമാമികൾ അവിടെ തന്നെ കിടപ്പുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പോകും. സന്മശ്രീ സൽമാനി ഫാർസി അങ്ങനെയൊക്കെ പോകും. എത്ര ദിവസം കഴിഞ്ഞാലും നാട്ടിലെത്തുക? അപ്പൊ ഞങ്ങളൊരു 17-ാം തീയതി തിരിച്ചു. 15-ാം തീയതി തിരിച്ചെത്തില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് 15-ാം തീയതിക്ക് ശേഷം നമുക്ക് എത്തേണ്ട പൂർത്തിയാക്കണം. ഈ സമയം ക്ഷേത്രത്തിലെത്തുക. ഇപ്പൊ മഹാന ചെല്ലാൻ പറഞ്ഞ ദിക്റുകളെ കൊണ്ട് എനിക്ക് കിട്ടിയ ഹൈർ എന്താ വെച്ചാല് നിസ്കാരത്തിന് കൂടുതൽ ഖുശൂഉം ഭക്തിയും റാഹത്തും എല്ലാവിധ പുരോഗതിയും ഉണ്ട്. അത് ഇറക്കി പിടിച്ചു. അല്ല അതുകൊണ്ട് എനിക്ക് വളരെ റാഹത്ത് എന്ന് പറഞ്ഞാൽ വളരെ റാഹത്ത്. അപ്പൊ ഞാൻ
ബാക്കിയുള്ള മുരീദന്മാരോടൊക്കെ സംസാരിച്ചു. അവരും പറഞ്ഞു സംസ്കാരത്തിൽ ഇതുവരെ പല ഷെയ്ത്താനും വന്നിട്ട് പല ശല്യങ്ങളും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാനസികമായിട്ട് നല്ല റാഹത്തുണ്ട് അൽഹംദുലില്ലാ. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ റുബൂബിയത്തും സമദിയത്തൊക്കെ ആണ്ട് മഹാനിൽ നിശ്ചിതാക്കിയിട്ട് നിസ്കരിക്കാൻ പോകണം ഇൻഷാ അല്ലാഹ്. എല്ലാ സമദിയത്തും റുബൂബിയത്തും ഉലൂഹിയത്തൊക്കെ ഞാൻ മഹാനിൽ നിശ്ചിതാക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ എനിക്ക് നല്ല റാഹത്ത് കിട്ടുന്നുണ്ട്. അതിപ്പോ മഹാൻ വരുന്നേരം അങ്ങനെ തന്നെ തുടരാനല്ലേ? അല്ല, അതെ, മഹാൻ വരുന്നേരം ഈ ദിക്കറുകൾ തുടരാൻ വരാം. കണ്ടോ, റുബൂബിയത്തും ഉലൂഹിയത്തും സമദിയത്തൊക്കെ മഹാനിൽ നിക്ഷിപ്തമായിട്ട് ഞാൻ നിസ്കരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോ മൂപ്പരായിക്കോട്ടെ. കാരണം മൂപ്പർക്ക് ഇതെന്താന്ന് മനസ്സിലാകുന്നില്ല. ഇതെന്താന്ന് മനസ്സിലായല്ലേ പറ്റൂല എന്ന് ചിന്തിക്കാം. ഇതെന്താണ് ഈ അറബി വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് പോലും ഈ സാധുവിന് മനസ്സിലാകുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ, അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം, അറിവിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഷെയ്ഖുൻ ജാഹില് ഇങ്ങനെ പറയുമ്പോൾ അയാളെ തിരുത്തേണ്ട ബാധ്യത കൂടെയുള്ള പണ്ഡിതന്മാർക്കാണ്. കൂടെയുള്ള പണ്ഡിതന്മാർക്ക്, വലിയ വലിയ പണ്ഡിതന്മാർ ഇയാളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഈ പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താ? നേരത്തെ സലാം സാഹിബ് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലൊക്കെ ഇത് ന്യായീകരിക്കാം. പണ്ടത്തെ പഴയ നഴ്സറി കുട്ടിയുടെ കഥ പോലെ നഴ്സറി പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര പഠിപ്പിച്ചിട്ടും ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ കഴിയുന്നില്ല. ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ കഴിയുന്നില്ല, ഇലക്ട്രിക് കിറ്റി എന്നാ പറയുന്നത്. അവസാനം മാഷ് പഠിച്ച പണി 18 പമ്പരം പാച്ചിലും കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇത് പറയാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് പരാതി പറയാൻ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. വാപ്പാനെ കണ്ട് പരാതി പറയാം, എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ള നിലക്ക് വാപ്പാനെ പോയി കണ്ട് പരാതി പറഞ്ഞു. മാഷ് പറഞ്ഞു, നിങ്ങളെ മോനെ ഇലക്ട്രിക് കിറ്റി എന്നല്ലാതെ ഇലക്ട്രിസിറ്റി എന്ന് തെളിച്ച് പറയാൻ കഴിയുന്നില്ല. അപ്പൊ വാപ്പ പറഞ്ഞു, അത് മാഷെ, അതിന് എന്റെ മോനെ അത് പറയാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തോണ്ടായിരിക്കും. മാഷ് മനസ്സിലാക്കി ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ സലാം ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കുട്ടിന്റെ ജ്യേഷ്ഠൻ വരുന്ന ജ്യേഷ്ഠനോട് പറഞ്ഞു നോക്ക. അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞു, മാഷെ ദയവ് ചെയ്തിട്ട് ഞങ്ങൾ ഈ നാട്ടിലെ വലിയ തറവാട്ടുകാരാണ്, അതുകൊണ്ട് ഈ പ്രശ്നം നിങ്ങൾ പബ്ലിക്കിറ്റി ആക്കല്ലേ എന്ന്. മാഷ്ക്ക് മനസ്സിലായി ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെയാണ് ഇവരെ കൂട്ടത്തിലെ പണ്ഡിതന്മാരുടെ അവസ്ഥ. ഇയാൾ എന്തായാലും ജാഹിലാണ്, പടുജാഹിലാണെന്ന് അറിയാം. എന്നാലോ ഇവരെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാരോ, ആ പണ്ഡിതന്മാര് പറയുന്നത് എന്താ? അബൂബക്കർ ഉദവി വിളിക്കുന്ന ക്ലിപ്പുണ്ട്, ഞാൻ സമയദൈർഘ്യം ഭയന്ന് ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഇവരുടെ പണ്ഡിതന്മാരോട് ഞാൻ ഷെയ്ഖിനോട് അങ്ങനെ ചോദിച്ചു, കുതുബുസ്സമാനോട് മഹാനോട് അങ്ങനെ ചോദിച്ചു, റുബൂബിയത്തും സമദിയത്തും ഉലൂഹിയത്തും ഒക്കെ അങ്ങയിൽ നിക്ഷിപ്തമാക്കി നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോ ആയിക്കോട്ടെ എന്നാണ് മഹാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് എന്നാണ് ഇവരുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതന്മാര് തിരിച്ചു പ്രതികരിച്ചത്. അതാണ് ഈ തരീക്കത്തിന്റെ അവസ്ഥ. പണ്ഡിതന്മാരായ ആളുകൾ പോലും പടുജാഹിലുകളാവും. നന്നാവാനാണ് തരീക്കത്തിൽ കൂടുന്നത്, എന്നാൽ ഈ തരീക്കത്തിൽ ചേർന്ന് ദുഷിച്ചു പോവുകയാണ്. ഇസ്മായിൽ ഉസ്താദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, എന്തോ ഒരു പരിശുദ്ധമായ വ്യക്തിത്വമായിരുന്നു നമുക്ക് പരിചയമുള്ള ഇസ്മായിൽ ഉസ്താദ്. ആ ഇസ്മായിൽ ഉസ്താദിന്റെ ഇന്നത്തെ രൂപവും ഭാവവും പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ കേട്ടാൽ അത് ആ ഒരു പഴയ ചിത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചിത്രം. ഈ രീതിയിൽ മനുഷ്യനെ ദുഷിപ്പിക്കുന്ന ഒരു തരീക്കത്ത് എന്തിനാ നമ്മൾ ആലോചിക്കണം. ഇനിയും ഇയാളുടെ ജഹാലത്തിന്റെ ആഴമളി തെളിയിക്കുന്ന ഒരുപാട് ക്ലിപ്പുകളുണ്ട്. അബൂബക്കർ ഉദവി ചോദിച്ചു, എന്റെ സുഹൃത്തിന് 2 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടികൾക്ക് ഞാൻ പേരിടാൻ തീരുമാനിച്ചു. ആൺകുട്ടിക്ക് മന്നാഉൽ ഖൈർ എന്നും പെൺകുട്ടിക്ക് ഫാജിറ സനത്ത് എന്നും പേരിട്ടോട്ടെ. ആൺകുട്ടിക്ക് മന്നാഉൽ ഖൈർ എന്നും പെൺകുട്ടിക്ക് ഫാജിറ സനത്ത് എന്നും പേരിട്ടോട്ടൻ. 3 സമയങ്ങളിലായി ആവർത്തിച്ചു ചോദിച്ചിട്ടും അത് ഉദവി ആ പേര് അർത്ഥം ശരിയല്ല, അത് നല്ല പേരല്ല എന്ന് പറയാൻ ഇയാൾക്ക് 3 തവണ ആവർത്തിച്ചു ചോദിച്ചു. ഒന്ന് നിങ്ങൾ കേൾക്ക്, മന്നാഉൽ ഖൈറും ഫാജിറ സനത്ത് എന്ന് പേരിട്ടെന്ന് വെച്ചപ്പോ 7 ഷെയ്ഖ് പറയാൻ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ വീട്ടിലല്ലേ? എന്റെ വീട്ടിലപ്പല്ലേ? എന്റെ വീട്ടിൽ ഇവിടെ മലപ്പുറം ജില്ലയിലല്ലേ? ഞാൻ ഇന്നലത്തെ പരിപാടി പള്ളിക്കര കഴിഞ്ഞ് ഇന്നലെ രാത്രി എന്നെ കാറിൽ പോന്നു. ഇപ്പൊ വീട്ടിലല്ലേ? പിന്നെ ഇന്ന് പോരും, ഇന്നിപ്പോ പോരും. ഇന്ന് രാത്രി പരിപാടി ഞാനകത്താണ്. ഇപ്പൊ ഇന്ന് പോരും. അപ്പൊ ഞാൻ നാളെ പറ്റെങ്കിൽ കാണാൻ പറ്റും, നോക്കാം. പിന്നെ എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ ഇപ്പൊ പ്രസവിച്ചിട്ടുണ്ട് മാനവകൾ. അവൻ മഹാന ഇഷ്ടൊരാളാ. അവൻ ബയ്യത്തിനൊക്കെ വരാൻ താല്പര്യമാണ്. അപ്പൊ അവന് ഇരട്ട കുട്ടികളാണ് ഉണ്ടായത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അവ പേര് ചോദിച്ചപ്പോ ഞാൻ പേര് ഒന്നിന് ആൺകുട്ടിക്ക് മന്നാവ് എഴുതുന്നു, പെൺകുട്ടിക്ക് പിന്നെ ഫാജിറ സനത്ത് എന്ന് പറഞ്ഞ പേര ഇട്ടെടുക്കാൻ തീരുമാനിച്ചേ. നമ്മൾ ഉറപ്പിക്കണ്ടേ? ആ പേരോട് ഇടാം അല്ലേ?
ആൺകുട്ടികൾ കയറൊന്നും പെൺകുട്ടിക്ക് ഫാജിനത്തിലെത്തണം കേട്ടോ ഇൻഷാ അല്ലാ. കണ്ടോ, മൂപ്പർക്ക് നല്ല സന്തോഷാണ്. 3 തവണ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. 3 ക്ലിപ്പ് ഇവിടെ ഉണ്ട്. പക്ഷേ ആവർത്തന സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാനതിപ്പോ ഇവിടെ കേൾപ്പിക്കുന്നില്ല. മാത്രമല്ല സലാം സാഹിബ് പറഞ്ഞു, നേരിട്ട് എഴുതി കാണിച്ചു കൊടുത്തു. മന്നാവുൽ ഖൈറെന്നും ഫാജിറ ജനത്തെന്നും നേരിട്ട് ഷെയ്ഖിന്റെ മുമ്പിൽ പോയി എഴുതി കാണിച്ചു കൊടുത്തു. ഈ പേരിടുന്നതിന്റെ പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. ഷെയ്ഖ് പറഞ്ഞ ഒരു പ്രശ്നമില്ല ടോളീന. എന്താ അതിന്റെ അർത്ഥം എന്നൊക്കെ ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫാജിറ വെറും ഫാജിറ അല്ല, ഫാജിറ തെമ്മാടിച്ചാണ്. പോരായിട്ടോ ജനത്ത് ഓള് വ്യഭിചരിച്ചിട്ടുണ്ട്. നല്ല പേരാന്നാ ഷെയ്ഖ് പറഞ്ഞത്. അതുപോലെയുള്ള ഇയാളുടെ അറിവിന്റെ ആഴം അറിയിക്കുന്ന ഒരുപാട് സഫാത്തുകൾ, ജഹാലത്തൊരു ജമാലത്തും സഫാത്തൊരു സഖാഫത്തുമാക്കിയെടുത്ത ഷെയ്ഖാണ് ഇയാള്. വിവരമില്ല, എന്നാൽ ആ വിവരമില്ല എന്നുള്ള വിവരം പോലെ റജുലുൻ ലായദിരി വലായദിരി അന്നഹു ലായദിരി എന്ന് പറഞ്ഞില്ല, ആ കൂട്ടത്തിൽപ്പെട്ട ആളാ. എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാര് ഇയാൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ ഞങ്ങൾക്ക് ദഖീഖായ ഇൽമ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാം. അങ്ങനെ കിട്ടിയ ദഖീഖായ ഇൽമ്, ലോകത്ത് ഇയാൾക്ക് മാത്രം കിട്ടിയ ദഖീഖായ ഇൽമുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇൽമാണ് ഖുതുബ നടക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന ആളുകൾ ഒന്നാമത്തെ ഖുതുബയിൽ ഒന്നാമത്തെ അത്തഹിയ്യാത്തിന്റെ ഇരുത്തവും രണ്ടാമത്തെ ഖുതുബയിൽ രണ്ടാമത്തെ അത്തഹിയ്യാത്തിന്റെ ഇരുത്തവും ഇരിക്കണം. ആണെങ്കിൽ വുളു നിർബന്ധമാണ്. വുളു നിർബന്ധമാണ്. എന്താ കാരണം? അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള്. 4 റകഅത്തുള്ള ളുഹർ നിസ്കാരം 2 റകഅത്തല്ലേ ജുമയുള്ളൂ. അതിന്റെ 2 റകഅത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഖുതുബ. അതുകൊണ്ട് ഒന്നാമത്തെ ഖുതുബയിൽ ഒന്നാമത്തെ തയ്യാത്തിന്റെ ഇരുത്തം, രണ്ടാമത്തെ ഖുതുബയിൽ രണ്ടാമത്തെ തയ്യാത്തിന്റെ ഇരുത്തം. മാത്രമല്ല നിസ്കാരത്തിന് പകരം നിൽക്കുന്നതായതുകൊണ്ട് വുളു നിർബന്ധമാണ്. ഇത് പാവം ഇസ്മായിൽ ഫൈസിയാണ് വലിയ ദക്കീക്കായ ഇൽമാണെന്ന് പറഞ്ഞ അബൂബക്കർ ഉദയും മുണ്ടംപറമ്പിൽ പറഞ്ഞു കൊടുത്ത്. ഇതേത് കിതാബിലാ? 4 മദ്ഹബിലും മുതബയ്യറായ ആളാണല്ലോ. ഞങ്ങൾ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, ഏത് മദ്ഹബിൽ ഏത് കിതാബിലാണ് ഇങ്ങനെ ഒരു വിധിയുള്ളത്? വുളു മാത്രാണോ? അങ്ങനെയാണ് നിസ്കാരത്തിൽ മാന്താനും ചൊറിയാനും പറ്റൂല, കുത്തുപോകുമ്പോ സംസാരിക്കാൻ പറ്റൂല, അങ്ങനെ എന്തൊക്കെയുണ്ട് വുളു? നിസ്കാരം മുറിയുന്ന കാര്യങ്ങൾ, നിസ്കാരത്തിൽ നിർബന്ധമുള്ള കാര്യങ്ങൾ, അതൊന്നും വേണ്ട. ഇത് വുളു നിർബന്ധമാണ്. കുത്തുബ കേൾക്കുന്ന ആളുകൾക്ക് വുളു നിർബന്ധമാണ്. ഇതുപോലെയുള്ള ദഖീഖായ ഇൽമ്, ആ കൂട്ടത്തിൽപ്പെട്ട വേറൊരു ദഖീഖായ ഇൽമാണ് ഫാത്തിഹ ഓതി ബിസ്മി തുടങ്ങിയാൽ പിന്നെ അഊദ് ഓതാൻ പാടില്ല. ബിസ്മി ഓതി തുടങ്ങിയാൽ പിന്നെ അഊദ് ഓതാൻ പാടില്ല, നിസ്കാരം ബാത്തിലാവും. അങ്ങനെ ഒരുപാട് ദഖീഖായ ഇൽമുകൾ ഇയാളെ കയ്യിലുണ്ട്. മാത്രമല്ല ഇതൊക്കെ പോട്ടെ, കിതാബിയായ ഇൽമില്ല, വിവരമില്ല എന്നൊക്കെ പോട്ടെ, ലോക വിവരം പോലും ഇല്ല. ലോക വിവരം, സാമാന്യമായ ലോക വിവരം ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വിട പറഞ്ഞുപോയ, 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വിട പറഞ്ഞുപോയ മഹാനായ അബുൽ ഹസൻ അലി നദ്വി അലി മിയാൻ മഹാനവർകൾ മരിച്ച വിവരം പോലും ഇയാൾ അറിഞ്ഞിട്ടില്ല. അലി മിയാൻ മരിച്ച വിവരം പോലും ഇയാൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ബഗ്ദാദിൽ പോയ കഥ പറയുന്ന സമയം, ബഗ്ദാദിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അബൂബക്കർ ഉദവി മുണ്ടംപറമ്പ് ചോദിക്കുന്നുണ്ട്, 13 ബഗ്ദാദിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസ് മുബാറക്കിന് നേതൃത്വം കൊടുക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മുണ്ടംപറമ്പ് ചോദിക്കുക, കേരളത്തിൽ നിന്ന് ആരും ഉണ്ടാവില്ല, വേറെ ആരും ഉണ്ടാവില്ല അല്ലേ, മഹാ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? അപ്പൊ മൂപ്പര മറുപടി, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ വേറെ ആരും ഇല്ല. ആ സമയത്ത് അബൂബക്കർ ഉദവി മുണ്ടംപറമ്പ് ചോദിച്ചല്ല, അബുൽ ഹസൻ അലി നദ്വി ഒന്നും വരൂലേ എന്ന്. അപ്പം മരിച്ച് 10-15 കൊല്ലം കഴിഞ്ഞ അബുൽ ഹസൻ അലി നദ്വി, മൂപ്പര മറുപടി എന്താണ്? ഓൻ ആ ഭാഗത്ത് അടുപ്പിക്കൂല, ഓൻ മുജാഹിദാണ്. പറയട്ടെ. നമ്മളെ മഹാനെപ്പോഴാ പോളെ എപ്പോഴാണ് ഇങ്ങോട്ട്? ഞാൻ 9 അവിടെ തമ്മിലാണ് മാഷാ. കേരളത്തിൽ നിന്ന് വേറെ ആളുണ്ടോ കേട്ടോ? കേരളത്തിൽ നിന്ന് വേറെ ഒരു വ്യക്തി നടക്കില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നില്ലല്ലോ. ഇന്ത്യയിൽ തന്നെ മാഷാ. ഞാൻ ഏതെങ്കിലും ഒക്കെ അബുൽ ഹസൻ അലി ഒക്കെ ഉണ്ടാവുന്ന വിചാരിച്ചേ. പിന്നെ അവിടെ മാഷാ അള്ളാ, ഓരോ മനസ്സിലെത്തൂല കേട്ടോ. അവനൊക്കെ മുജാഹിദല്ല, അവനൊക്കെ അങ്ങനെ പരിശോധന മുജാഹിദാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ഇപ്പൊ വലിയ ഇന്ത്യയിൽ ഇപ്പൊ നേതാവായിട്ട് അറിയപ്പെടുന്ന ഒരു സൽമാൻ നദി, റാബി അലി നദി ഒക്കെ ഒരു നാടെത്തൂല, അവരൊക്കെ മുജാഹിദ് ആശ്രയിക്കാറല്ലേ. ഡൽഹിയിലെ ഇമാം ഉണ്ടാവുന്നുണ്ടാവല്ലേ? മക്കത്ത് ഇമാം നടത്തൂലല്ലോ ഒക്കെ മുജാഹിദ്. അവരൊക്കെ വ്യാഴത്തിന് കേസുമായിട്ട് പുറത്തുനിന്ന് ചെയ്തുകൊണ്ട് പരിപാടിക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ വേളയിൽ ഒളിച്ചിരുന്ന ഗുഹ ഏതാന്ന് ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും പറയും. അടുത്ത ക്ലിപ്പ് എടുക്ക്.
പിന്നെ ഇയാൾ ആ ഗുഹന്റെ പേര് പറയുന്നത് ശ്രദ്ധിക്കും. കൊല്ലും ആ മൗലിയാക്കന്മാർ സംഗമം ഉണ്ടായാലും സാധാരണ ബഗ്ദാദിലാണോ 6 സൗറിലോ ഈ ഹിറാ ഗുഹയിലോ എവിടെയാണ്? ഞാൻ പണ്ട് പോകാൻ നിൽക്കാം ജോർദാൻ പലസ്തീൻ. നമുക്ക് അവിടെ നിന്ന് സിയാറത്തൊക്കെ ചെയ്യാനാ. അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. പറ്റില്ലല്ലേ? അല്ല, ഞാൻ അൽഹിന്ദിന്റെ അമീറായിട്ട് പോകണം ജോർദാൻ പലസ്തീനൊക്കെ. അത് ജൗറ് ഗുഹയില. അത് ജൗറ് ഗുഹയിലാത്രേ. ജൗറ് ഗുഹയിലാണ്. അതേതാ ഗുഹ? ജൗറ് ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്നത്. അവിടെയാണ് അള്ളാന്റെ ഔലിയാക്കൾ വർഷാവർഷം യോഗം കൂടാറുന്ന. മാത്രല്ല അദ്ദേഹം പറയാണ്, എന്റെ ജീവിച്ചിരിക്കുന്ന മൂപ്പര പേരിൽ 2 ദർഗ ഉണ്ട് അത്ര ബോംബെയിൽ. മരിക്കുന്നതിന് മുമ്പ് 2 ദർഗ. അടുത്തത് മരിക്കുന്നതിന് മുമ്പ് വലിയ കറാമത്തായിട്ട് പറയാം, എന്റെ പേരിൽ 2 ദർഗ ഉണ്ട്. അവിടെ അടക്കം ചെയ്തത് എന്നെ തന്നെയാണ്. അവിടെ എല്ലാ വർഷവും ഉറൂസ് അടക്കാറുണ്ട്. ആ ഇത് വെള്ള കാരണം അതാണ്. അതെ 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 അതെ. ആ പണി കൂടെ ഞാനും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഒന്നോക്കി കറാമത്തില്ല. ഇപ്പൊ മഹാന്റെ ടൂർനാല് പൊന്തുന്നൊരു കല്ല് ഇവിടെ ബോംബെയിലുണ്ടെന്ന് ഇപ്പൊ ഞാൻ കേട്ടപ്പോ ഞാൻ എന്റെ കണ്ണുക്കുന്ന ഒരുപാട് വെള്ളം വന്നു. ആ അത്ഭുതം കണ്ടപ്പോ മഹാന്റെ പേര് പറയുമ്പോ പൊന്തുന്ന കല്ല് ഇവിടെ ഉണ്ട് ബോംബെയില്. അവിടെ കമറളി ദർവേഷ് എന്ന് പറയുമ്പോ ആ കല്ല് പൊന്തും. അതുപോലെ തന്നെ യൂസുഫ് സുൽത്താൻ ആ കല്ല് പൊന്തുന്നു. അപ്പൊ എനിക്ക് കേട്ടപ്പോ ഭയങ്കര അത്ഭുതമായി പോയി. അതുമല്ല, നമ്മളിപ്പോ ജീവിച്ചിരിക്കാതെ നമ്മുടെ 2 ദർഗയ്ക്ക് പോകുമ്പോൾ അതിനെ പറ്റിയെന്ന് പറയുന്നത് 2 ദർഗ അതുപോലെ ഭയങ്കര ഉറൂസും ദർഗയും ആൾക്കാരെ കാര്യങ്ങൾ നടക്കണം. അതെല്ലാം മഹാന്റെ ദർഗുണ്ടോ? ആ അയാൾക്കില്ലേ? അത് എനിക്കറിയില്ല കേട്ടോ. അൽഹംദുലില്ലാഹ് മാഷാ. അതെങ്ങനെയാ ഒരു ദർഗ ഉണ്ടായത്? വഫാത്തിന്റെ മുമ്പ് കണ്ടോ നിങ്ങൾ? മരിക്കുന്നതിന് മുമ്പ് 2 ദർഗ. മരിച്ച എന്തായിരിക്കും അവസ്ഥ? ഇതാണ് ഇയാളെ വിവരത്തിന്റെ ആഴം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം, ഒരു ഷെയ്ഖിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം സൽസ്വഭാവമാണ്. മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പറയാൻ, വഅജ്മഉ അലാ അന്നഹു ലാ യസിഹു മിമ്മൻ തബത ലഹു ഖദമുൻ ഫിത്തരീഖി. തരീഖത്തുണ്ട് എന്ന് അവകാശപ്പെടുന്ന തന്നിച്ചിടത്തോളം അവൻ ഉണ്ടാവൽ സഹിയല്ല. ബുഗ്ളുൻ വലാ ശഹനാഉൻ വലാ ഹസദുൻ വലാ ബഗിയുൻ വലാ ഗീബത്തുൻ വലാ നമീമത്തുൻ വലാ ഹിഖ്ദുൻ വലാ മക്റുൻ വലാ റിയാഉൻ വലാ നിഫാഖുൻ ഫഇൻ ഫഅല ദാലിക ഫഹുവ അദുവുല്ലാഹ്. ഇതുപോലെയുള്ള ദുശ്ശീലങ്ങൾ അയാൾക്കുണ്ടെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ ശത്രുവാണ്. ഫകൈഫ യദഉ ഗൈറഹു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ ശത്രുവായ ഇയാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ കഴിയുക? മാനസികമായ കൽബിന്റെ മറലുകളാണെങ്കിലും അതുപോലെയുള്ള ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളുമാണെങ്കിലും സ്വഭാവ വൈകൃതങ്ങളാണെങ്കിലും ഒരു ശൈഖിനുണ്ടാവാൻ പാടില്ല. فيقال لمن ادعى الوصول وآذى أحد أنت كذاب. ഒരാൾ ഷെയ്ഖാണെന്ന് വാദിച്ചു, എന്നാൽ അയാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാളോട് പറയണം, നീ കദ്ദാബാണ്, നീ പെരുങ്കള്ളനാണ്. ഇതുപോലെയുള്ള എത്രയോ ഉദ്ധരണികൾ മഹാരഥന്മാരായ ഷെയ്ഖുമാരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇയാളെ സ്വഭാവം എന്താ? ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒരാളെയും വെറുതെ വിടുന്നില്ല. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ ഒരാളെയും ഇയാൾ വെറുതെ വിടുന്നില്ല. ഈ ഒരു ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ തെരീക്കത്ത് എത്ര ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കൂ, ഇയാളുടെ ആത്മീയത എത്ര ഉണ്ടെന്ന് പരിശോധിക്കൂ. ഒരാളെയും വെറുതെ വിടുന്നില്ല. ആദ്യം ജനാബ് ഏപ്പിനെ കുറിച്ച് എന്താ ഇയാളുടെ അഭിപ്രായം? അതൊന്ന് നോക്കുക. ജനാബ് ഏപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? 16 ഇന്നത്തെ എല്ലാ പത്രത്തിലുണ്ട്. കാന്തപുരം കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ കുടം ഉണ്ടല്ലോ, കുടം. അത് ഇസ്രായേലിനുണ്ടല്ലോ എംബ്ലം. അതന്നെ ഇന്നത്തെ എല്ലാ പത്രത്തിലുണ്ടല്ലോ. ഇസ്രായേലിന്റെ എംബ്ലം ഉണ്ട്, സയനിസ്റ്റിന്റെ ജൂതന്മാരെ എംബ്ലം ഉണ്ട്. അത് ജൂതന്മാരെ ചേർന്നാണ് ഇന്നലെ കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയിട്ട് പഴയ സമസ്തന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പറയാം, നമ്മളെ അമേരിക്കയിൽ ഇറാഖി പോകാൻ അമേരിക്കയുടെ കൂട്ടുണ്ട്, ഇസ്രായേലിന്റെ കൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ 11 ആയിക്കോട്ടെ. എന്താ ചെയ്യാത്? വളരെ വഞ്ചനയും ചതിയായിപ്പോയി. കാന്തപുരത്തിന് നമുക്ക് എവിടെ അടിക്കാൻ പറ്റിയ പോയിന്റാണ്. ജൂതന്മാരും സാനിസ്റ്റാരും ചിഹ്നങ്ങളില്ല ആ പാത്രമായിട്ടാണ് പോലും കൊണ്ടിറക്കണത്. അത് 10 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയതല്ലേ, മുസ്ലിനെ കയറ്റിയിട്ട് വന്നേക്കണം. ആര്? ഈ കാന്തപുരോ? അല്ല, AP ബുഷിന് വേണ്ടിയിരുന്നല്ലേ? AP കാന്തപുരം ഒരാളാണെന്ന് പോലും ഈ സാധുവിന് അറിയില്ല. അങ്ങനെ തന്നെ ഞാൻ അറിയാം. 5-8 പറഞ്ഞിട്ടുണ്ട്. ഞാൻ
ഞാനിനി എപ്പോഴും പറയില്ല, ഫോണിൽ കൂടെ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ മറച്ചു നടത്തിയതാണ്. പിന്നെ ഒരു ഇഞ്ചക്ഷൻ, പിന്നെ അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചാൽ വടി 24 മണിക്കൂർ ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഗാന്ധപുരത്തിന്റെ പരിപാടിക്ക് ഇത് കിട്ടാൻ വേണ്ടിട്ടോ ഇഞ്ചക്ഷൻ എടുത്തതേ. വടി എപ്പോഴും 24 മണിക്കൂർ ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തല്ലേ? അതാണ് പന്നിയുടെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. പന്നിന്റെ, അതായത് എപ്പോഴും വികാരം ഉണ്ടാകാൻ വേണ്ടിട്ട്. അത് 24 മണിക്കൂർ, അത് നല്ല വിലയെന്ന് പറയണം. അയ്യേ, എന്താണ് ഈ ഗാന്ധപുരത്തിന്റെ അവസ്ഥ? അപ്പൊ അത് അവിടെ തന്നെ കിട്ടും. അപ്പൊ ഈ ജോർജ് ബുഷിനെ അപ്പൊ അന്ന് ജോർജ് ഉണ്ടല്ലോ, അവർ ഈവാക്കി ജിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ നശിപ്പിക്കാൻ ഓർഡർ കൊടുത്തത്. എന്താ ചെയ്യണ്ട കേട്ടോ, നിങ്ങളെ കാരണം ഒരു അമേരിക്കയിൽ പോകുന്നത് വടി നേരെ നിൽക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യാനാണത്രേ. ഏത് വടി? ഏത് വടിയെ കുറിച്ച് അയാൾ പറയുന്നത്? മുറബിയായ ഒരു ഷെയ്ഖിന്റെ വർത്താനാണിത്. മഹാനായ ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് ഹൈലിലുണ്ടായ കുട്ടിയാണെന്നാ. ഹൈലിൽ കുട്ടി ഉണ്ടാവോ? ഹൈലിലുണ്ടായ കുട്ടിയാണെന്നാ. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നജീം മൗലവി ഓൻ ദജ്ജാലാണ്. മഅദനി ഓൻ ഈ അനുഭവിക്കുന്ന മുഴുവൻ എന്റെ കുരുത്തക്കേടുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത് എന്ന് പറഞ്ഞ അതിരാമ്പട്ടണം റഹ്മാനിയുടെ പ്രിൻസിപ്പളായ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ മുരീദായിട്ടുള്ള ഒരു മഹാനുണ്ട്, മമ്മിക്കുട്ടി ഹസ്രത്ത്, പാലക്കാട്ടുകാരനാ. അയാളെ കുറിച്ച് അറിയോന്ന് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വാക്ക് മൂപ്പര് പറഞ്ഞ അയാളെടുത്ത് റൂഹാനിന്റെ സേവയാണ്. അയാളെ വിശ്വസിക്കാൻ പറ്റൂല. അറിയില്ലെങ്കിലും മൂപ്പര് വെറുതെ വിടൂല. സാറ് നമ്മുടെ ഇസാഖ് ഉസ്താദിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഓ ഏറ്റവും വലിയ ജൂതനാണ് എന്നാ. ഓനേക്കാൾ വലിയ ജൂതനില്ല എന്ന് പറയട്ടെ. 21 തിരക്കുണ്ടെങ്കിൽ ഇന്ന് വരാൻ പറ്റൂല. ഇനി മുമ്പ് വന്ന പോലല്ല, ഇനി വരാൻ ഭയങ്കര തടസ്സങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കണം. അത് മാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റില്ല, നേരിട്ട് ഇരുന്ന് സംസാരിക്കണം. നമുക്ക് അത് തെറ്റിദ്ധാരണകളൊക്കെ നീക്കണം പറ്റൂല. നമുക്കിത് ഇരുന്ന് തീർക്കണം. കാരണം ഇത് വെറുതെ ഊതി വീർപ്പിക്കപ്പെട്ട വിഷയങ്ങളാണ്. ഒരു ഇരുന്ന് സംസാരിക്കാൻ തീരാവുന്നതാണ്. അങ്ങനത്തെ ഔദ്യോഗികമായിട്ട് സംസ്ഥാന പണ്ഡിതന്മാരോ എത്ര പരിപാടി കഴിഞ്ഞ് ആരും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അത് അവരിനോട് ചോദിച്ചു, ഐതറിതങ്ങളോട് ചോദിച്ചു, ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചു, ദാറുദാർ ഉസ്താദ്മാർ ചോദിച്ചു. ഞാൻ അവിടുത്തെ ഉസ്താദായിരുന്നു, ഞാനവിടെ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ ജി എന്തിനാ പോയതെന്ന് വിളിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ കുറച്ച് സംസാരിച്ചു. അപ്പോലും ബന്ധപ്പെടണം. ഇനി നമ്മളെ വിളിച്ചു എന്നൊന്നല്ലാതെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ തകർക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇസ്ലാഖ് വാക്കുകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞതാണ്. അതായത് ഈ ലോകത്ത് യഹൂദികളുണ്ടല്ലോ, യഹൂദികൾ അല്ലാതെ അറിയാനിട്ടല്ല, അതെ, അവരറിഞ്ഞിട്ട് അംഗീകരിക്കാതെ പോയതാ. കാരണം അവരുടെ കൂട്ടാട്ടം നടക്കൂല, അവരുടെ ബോധവാദങ്ങൾ നടക്കൂല. എന്നതുപോലെ യഹൂദികൾക്കൊരു മറുവശം യഹൂദിയുണ്ട്. എല്ലാ നാണയത്തിന് തന്നെ 2 വശമുണ്ടോ. എന്നതുപോലെ ഇസ്ലാഖ് വാക്കുകളുടെ തെരീക്കത്ത് പോയി വലിയ മതയിലൊക്കെ പ്രചരിക്കുന്നതാണ്. പിന്നെ അയാൾക്ക് കൊടുത്തവരായാലും കരാറ് കൊടുക്കുന്ന വഴിയെ കൊടുത്തത്. അപ്പൊ അത് പേച്ചിട്ടാണെന്ന് പറഞ്ഞു. അവനെക്കാട്ടിയും വലിയ യഹൂദി വേറെ ഉണ്ടോ? പിന്നെ അതിപ്പോ ഇത് വാങ്ങിച്ചിട്ട് തിരിഞ്ഞു പോയതൊക്കെ അത് മൂപ്പരാണ് വിളിച്ചത്. ഒരു ജാതിയാണെങ്കിൽ എനിക്ക് അറിയാമെന്നുള്ള പറഞ്ഞു. അതെ, ആലിമാണ്. മതി. ആരാനെ കുറിച്ച് പോട്ടെ, സ്വന്തം മുരീദുമാരെ കുറിച്ച് പോലും, സ്വന്തം മുരീദുമാരെ കുറിച്ച്, സ്വന്തം ഖലീഫമാരെ കുറിച്ച് പോലും നല്ല അഭിപ്രായമല്ല ഇയാൾക്കുള്ളത്. ഇയാളുടെ ഖലീഫമാരുടെ കൂട്ടത്തിൽപ്പെട്ട കുഞ്ഞാവ ഉസ്താദ് എന്ന് പറയുന്ന കളരി ഗുരുക്കൾ, ഇയാളുടെ പ്രമുഖ ഖലീഫമാരുടെ കൂട്ടത്തിൽ ഒരാളാ. അയാളെ കുറിച്ച് പറയുന്ന എന്താ? ഓ മുനാഫിക്കാണ്, ഓ മുനാഫിക്കാണ്. സ്വന്തം ഖലീഫയുടെ നിഫാഖ് മാറ്റാൻ കഴിയാത്ത ഇയാൾ എന്തു ഷെയ്ഖ, എന്തു തർബിയത്താണ് ഇയാൾ നിർവഹിക്കുന്നത്? അവൻ മുനാഫിക്കാണത്ര. സ്വന്തം ആളുകളെപ്പോലും വെറുതെ വിടുന്നില്ല. ഇസ്മായിൽ ഉസ്താദിനെ കുറിച്ച്, ഇസ്മായിൽ ഫൈസിയെ കുറിച്ച് പറഞ്ഞ എന്താ? ആന്തരിക ജ്ഞാനം കുറവാണ്, ആധ്യാത്മിക ജ്ഞാനം കുറവാണ്. ലാഹിറായ ഇൽമുണ്ടെങ്കിലും ബാത്തിനിയായ ഇൽമു കുറവാണ്. അങ്ങനെ സ്വന്തം മുരീദന്മാരെയും
സ്വന്തം ഖലീഫമാരെയും പോലും വെറുതെ വിടാത്ത ഇയാൾ മരണപ്പെട്ടുപോയ മഹാന്മാരെ കുറിച്ച് പോലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീൽ കേരളത്തിൽ വഹാബി പ്രസ്ഥാനം തലയുയർത്തി വന്ന ആദ്യഘട്ടത്തിൽ അതിനെതിരെ വളരെ ശക്തമായ പ്രതിരോധ രംഗത്തിറങ്ങി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ഇലാഹിയായ പ്രസ്ഥാനത്തിന് രൂപം നൽകി കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ അഖീദയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച മഹാനായ പാങ്ങിൽ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ. ഇതൊക്കെ കേൾപ്പിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഇയാളുടെ തനി നിറം മനസ്സിലാകാൻ ഇതൊക്കെ കേൾപ്പിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് കേൾപ്പിക്കുന്നത്. മഹാനായ പാങ്ങിൽ ഉസ്താദിനെ കുറിച്ച് പറയുന്ന 23 പാങ്ങിൽ ഉസ്താദിനെ കുറിച്ച് ഇയാൾ പറയുന്നത് എന്താ? വലിയ പരിപാടിയാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കുറിച്ചുള്ള ഒരു സെമിനാറാണ്. അദ്ദേഹത്തിന്റെ വിജ്ഞാന വിപ്ലവം എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം നവോത്ഥാനം ഉണ്ടാക്കിയതും അതൊക്കെയാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് കേരളം മുസ്ലിങ്ങൾക്ക് ദിശാബോധം കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ സെമിനാറാണ്. അതന്നെ, അതാണിപ്പോ വലിയ നോട്ടീസൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഇതൊന്നും സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കും വേണം. അവരുടെ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ അയാളാണ് ഈ ബ്രിട്ടീഷുകാരെ ചാരണാർക്കുള്ളതല്ലോ. ശരിക്കും അടുത്തത് പാങ്ങിൽ ഉസ്താദിനെ കുറിച്ച് തന്നെ മലം വാരിത്തിന്ന് ചത്തു എന്നുള്ള പ്രയോഗമാണ് മഹാനായ പാങ്ങിൽ ഉസ്താദിനെ കുറിച്ച് ഇയാൾ നടത്തുന്നത്. ഇയാളും ഇയാളെ തരീക്കത്തും ഉണ്ടാവുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മഹാനായ പാങ്ങിൽ ഉസ്താദിനെ കുറിച്ച് അതായത് ഒരു കാര്യം മനസ്സിലാക്കി. ഈ സമസ്ത ഉണ്ടാക്കിയ എന്റെ സ്ഥാപക നേതാവ് പാങ്ങൽ അഴിമത്ത് വലിയത് എന്റെ സെക്രട്ടറി ആണല്ലോ. അതെ, അവൻ അവസാനം ചത്തതങ്ങനെ തേച്ച് തൂറിയിട്ട് വാരി തിന്ന് മലം വാരി തിന്ന് റൂമിൽ അടിച്ചു കൂട്ടിയിട്ടാണ് ചത്തത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ രീതിയിൽ എല്ലാ മഹാന്മാരെയും അടച്ചാക്ഷേപിക്കുന്ന ഇയാൾക്ക് ആകെ പറ്റിയതാരെന്നറിയോ? എല്ലാ മഹാന്മാരെയും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ കീശേരി ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട്, അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട്, സദഖത്തുള്ള മുസ്ലിയാരെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ എല്ലാ മഹാന്മാരെയും അതിനീചമായ ഭാഷയിൽ സംബോധന ചെയ്യുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഇയാൾക്ക് ആകെ പറ്റിയതാരെന്നറിയോ? എൽ.കെ. അഡ്വാനിയെയും വാജ്പേയിയും നരേന്ദ്രമോദിയാണ്. അവര് നല്ല ആൾക്കാരാണത്രേ. 28 കുറച്ചൊന്ന് അടിച്ച് ഒരു 2 മിനിറ്റ് അടിച്ചു വിടും. വാജ്പേയിയും എൽ.കെ. അഡ്വാനിയൊക്കെ എന്നെ എപ്പോഴും വന്ന് കാണുന്ന ആളുകളാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തിൽ നിരപരാധിയാണ്. ഗുജറാത്ത് കലാപത്തിലെ അപരാധി പിന്നാര സിമിയാണ്. സിമി ഇറങ്ങിയത് അത്ര കുഴപ്പം. ഇയാളെ CBI കാണണ്ട, കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകും. ഇതുവരെ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരും എത്ര അന്വേഷണ കമ്മീഷനും അന്വേഷിച്ചു, എന്നിട്ടും കിട്ടാത്തൊന്ന് സിമി ഇറങ്ങിയതാണ് അത്ര കുഴപ്പം. നരേന്ദ്രമോദി എന്നെ വിളിച്ച് കരഞ്ഞു, അയാൾ നിരപരാധിയാണ്. അടികളെ പണി ചെയ്യുന്നത്. അതെ, ശരിയാണ്. മോഡി അല്ല, അതൊക്കെ ഇപ്പൊ ഇവിടെ മഹാന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ട് ഒരു അറിവ് അവർക്ക് കിട്ടിയല്ലോ. അപ്പൊ നരേന്ദ്രമോദിക്കാണെങ്കിലും വാജ്പേയിക്കാണെങ്കിലും അദ്വാനിക്കാണെങ്കിലും മഹാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നതിന്റെ ബോധ്യമല്ലോ. അത് മതിയല്ലോ. അല്ല, ഇപ്പൊ അതല്ല, എന്നിട്ട് പിറ്റേന്നുള്ള പേപ്പറുകളുണ്ടായി. അപ്പൊ ആർക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ എന്താ നമ്മൾ തിരിച്ചെന്നുള്ളത് പറഞ്ഞ ആവാസമുണ്ടല്ലോ ബസ്സാക്ക്. അതിന് ആലോചിച്ച് അവിടെയുള്ള NDA-ക്കെ സംഘടിപ്പിച്ചിട്ട് പിറ്റേന്ന് ഒരു വാർത്ത വന്നു. അപ്പൊ തേജസ്വി വാർത്ത വന്നിട്ട് അതിന് പിറ്റേന്ന് പിന്നെ ഞാൻ തിരിച്ചു കൊടുത്തു. മംഗളമേല് അതിന് മറുപടിയും കൊടുത്തു. അപ്പൊ ഇപ്പൊ അതിലും പറ്റി. ഇപ്പൊ ഇന്നലെ ഒരു വാർത്ത ചന്ദ്രഗിരി കൊടുക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ നടക്കില്ല. അതായത് അത് എറണാകുളത്ത് SKS കൂടിയിട്ട് അതിന്റെ സംഘടന ചോദിച്ചു. അപ്പൊ ഈ ബഷീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ അമ്മാച്ചിനകത്ത് നമ്മളെ മുരീദ് ഗലീബാണ്. പക്ഷെ ഇവൻ മുരീദ് ആണെങ്കിൽ കൂടിയിട്ടും പൈറ്റി പേപ്പറിനും വേണ്ടി അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കാം. ഇന്നലെ അതിന്റെ അധ്യക്ഷതയിൽ മുന്നാമത്തെ കൂടിയെന്നും പറഞ്ഞാണ് ഈ ചന്ദ്രികയില് പേപ്പറിൽ വന്നത്. എന്താ അവര് പറയണത്? അവരെ നമ്മള് മറ്റേ മോദിയുടെ കൂടെയും മറ്റേന്റെ കൂടെ മറ്റേന്റെ കൂടെയാണെന്നൊക്കെ. അതുകൊണ്ടിപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് ലോകം അറിഞ്ഞ് ഇവരെ അറിയുക. അതിലിപ്പോ ഇവിടെ മന്ത്രിമാരടക്കം കൂടുണ്ട്. അതാളിയുടെ കൂടെ നടക്കുന്നുണ്ട്.
അതെ അതെ. കാരണം അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഇതുണ്ടാകണ്ടേ? വേറെ ഒന്നുമല്ലത്. അന്ന് പറഞ്ഞ വലിയ ദൃശ്യം തന്നെയാണ്. പരസ്യം ഒരു പത്രത്തിൽ ഫസ്റ്റ് പേജിലോ സെക്കൻഡ് പേജിലോ പരസ്യം കൊടുക്കണമെങ്കിൽ ഇന്ന് 10,000, 20,000, 50,000 കൊടുക്കണേ. ലക്ഷങ്ങൾക്ക് വെക്കേണ്ടത്. അപ്പൊ അതായല്ലോ. മാത്രമല്ല ഈ പാണക്കാട് ശിഹാബുദ്ദീങ്ങളൊക്കെ ഇവരെ പരിപാടിക്ക് പോയല്ല. അവരെ പരിപാടിക്ക് പാണക്കാട് തെങ്ങന്മാരൊക്കെ പോയാൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അവരെങ്ങനെ പറയാൻ കാരണം. അതൊക്കെ ശരിയാകുന്നുണ്ട്. അതെ തന്നെ, ഇത് സത്യമാവും, യാതൊരു സംശയവുമില്ല. ഈ നരേന്ദ്രമോദി സംഭവം നിരപരാധിയാണല്ലേ? അങ്ങനെയൊക്കെയാണ് അന്ന് പറയുന്നത്. നമ്മള് ഞാനെന്നാളില് ഇവനെയൊക്കെ വിളിച്ച് കഴിഞ്ഞ ഇവനൊക്കെ നോക്കുന്നത്. മോഡിയോ? ആ കരഞ്ഞില്ലേ? മാഷാ അല്ലാഹ്. എല്ലാം സുൽത്താനോ ഞാനിങ്ങനെ വിവരം അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ നമ്മൾ അറിയുന്നു. ഇങ്ങനെ വേറെ എന്തോ പേരിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഇത് ന്യൂണ്ട് വെച്ചത് സിനിമയാണ്. സിനി അതെ സിനിമ വണ്ടി നമ്മൾ വേണ്ടത്. അപ്പൊ ഈ സിനി ഇറങ്ങിയിട്ടുള്ളതാണ്. കേട്ടോ, സിനി ഇറങ്ങിയതാ കുഴപ്പമായത് എന്നാ പറയുന്നത്. നരേന്ദ്രമോദി നിരപരാധിയാണ്. ഗുജറാത്ത് കലാപത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. മാലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയായ ഇന്ദ്രേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ മഞ്ച്, സംഘ് പരിവാർ പാർട്ടികളിലേക്ക് മുസ്ലിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന് കേരളത്തിൽ ആകെ കിട്ടിയത് ഈ ആലുവയിലെ സുൽത്താനെയാണ്. BJP നേതാക്കളുമായി ഇയാൾക്ക് അടുത്ത ബന്ധാണ്. ഇതൊന്നും നമ്മൾ അവഗണിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല. കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി കേരളത്തിലെ മുസ്ലിങ്ങളെ മതപരമായും രാഷ്ട്രീയപരമായും തകർത്തു അവരെ സംഘപരിവാരത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ദൗത്യമാണ് ആലുവക്കാരൻ യൂസുഫ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം ലീഗിന്റെ നേതാക്കളും മനസ്സിലാക്കണം. ചന്ദ്രിക പത്രമാണ് ഏറ്റവും കൂടുതൽ യൂസുഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന പത്രം. ചന്ദ്രിക പത്രമാണ്. എന്തിനാണ് ഈ സമുദായ ദ്രോഹിയുടെ പരസ്യം പത്രത്തിൽ കൊടുത്തിട്ട് അയാളെ വളർത്തുന്നത്? എന്തിനാ? അയാൾ നടത്തുന്ന നാണം കെട്ട രാഷ്ട്രീയ കളികൾ തിരിച്ചറിയണം. BJPയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണ് ആത്മീയതയുടെ പരിവേഷം കെട്ടിയിട്ട് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയ ആളുകൾക്കറിയാം, സൈദാലി ബാപ്പുവാജി അടക്കമുള്ള ആളുകൾക്കറിയാം, എപ്പോഴും യൂസുഫ് സുൽത്താന്റെ അടുത്ത് BJPയുടെ നേതാക്കൾ ഉണ്ടാവാറുണ്ട്. എപ്പോ പോയാലും BJPയുടെ ഏതെങ്കിലും ഒരു നേതാക്കൾ യൂസുഫ് സുൽത്താന്റെ അടുത്തുണ്ടാവാറുണ്ട്. എന്താണ് കുത്തുബുസ്സമാനും സംഘപരിവാർ രാഷ്ട്രീയ പ്രസ്ഥാനം തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ബന്ധത്തിന്റെ സാങ്കത്യം എന്താണ്? ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന നിലപാട് അടിസ്ഥാനപരമായ രാഷ്ട്രീയ നിലപാടായി സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കുത്തുബുസ്സമാനും തമ്മിലുള്ള ബന്ധത്തിന്റെ സാങ്കത്യം എന്താണ് അവരെ ബന്ധപ്പെടുത്തുന്ന യാഥാർത്ഥ്യം എന്ന് നമ്മൾ ആലോചിക്കണം. ഈ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ ഭാഗമായി, പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ BJPയിലേക്ക് ആളെ കൂട്ടാനുള്ള റിക്രൂട്ട്മെന്റ് ഏജന്റാണ് സാക്ഷാൽ കളരിക്കൽ യൂസുഫ് എന്ന് പറയുന്ന ഈ ആത്മീയ കച്ചവടക്കാരൻ. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ അവൻ മുനാഫിക്കാണ് എന്ന് നേരത്തെ സൈദാലി ബാപ്പുവാജി പറഞ്ഞല്ലോ. ഷെയ്ഖ് അങ്ങനെ പറഞ്ഞു, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത നിങ്ങൾ മുനാഫിക്കുകളാണ് എന്ന് പറഞ്ഞല്ലോ. മുസ്ലിം ലീഗിനെ എതിർക്കുന്ന, മുസ്ലിം ലീഗിനെ തകർക്കാൻ ശ്രമിക്കുന്ന അതിന്റെ നേതാക്കളെ കുറിച്ച് വളരെ ഹീനമായ രീതിയിൽ പ്രചരണം നടത്തുന്ന ആളാണ് ഈ യൂസുഫ് സുൽത്താൻ. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ, സാമ്പത്തികമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. 50,000 രൂപ കൊടുത്താൽ റിജാലുൽ ഗൈബിൽ പെടുത്തിത്തരാം. ഇനി 50,000 തികഞ്ഞില്ലേ, 5,000 തന്നാൽ അബ്ദാലുകളുടെ കൂട്ടത്തിൽ പെടുത്തിത്തരാം. 1400 ആയി എന്നാണ് 2-3 മാസം മുമ്പ് സൈദാലി ബാപ്പുവാജിക്ക് കിട്ടിയ കണക്ക്. ഇപ്പൊ അതിലും ഇരട്ടിയായിട്ടുണ്ടാവും. എന്തായി റിജാലുൽ ഗൈബ്? എത്ര റിജാലുൽ ഗൈബ് ഉണ്ടാവും? 313 ആണെന്നും 400 ആണെന്നും 500 ആണെന്നും ഒക്കെ കിതാബുകളിൽ കാണാം. എന്നാൽ അതിലപ്പുറം മറ്റൊരു കണക്ക് നമ്മൾ കാണുന്നില്ല. ഇതിൽ പെടുത്താൻ വേണ്ടിയാണ് 1400 ആളുകളുടെ കയ്യിൽ നിന്ന് 50,000 രൂപ വീതം വാങ്ങിയത്. എന്നിട്ട് അതിന് ന്യായീകരണം പറഞ്ഞത് എന്താ? ഞാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ ചെന്ന് പരാതി പറഞ്ഞു, അലിയാര് തങ്ങളെ, എനിക്ക് സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം കാണണം. അലിയാര് തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, നിങ്ങൾ എല്ലാരെയും റിജാലുൽ ഗൈബിലേക്ക്, അബ്ദാലിങ്ങളെ കൂട്ടത്തിലേക്ക് റിക്രൂട്ട് ചെയ്തോളൂ, അതിന് പണവും വാങ്ങിക്കോളൂ. എന്നിട്ട് ഇയാൾ പറയുന്ന ക്ലിപ്പുണ്ട്, ഞാൻ കേൾപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാൻ. ഇയാൾ അബൂബക്കർ ഉദവിയോട് പറഞ്ഞു, 50,000 പറഞ്ഞത് അബദ്ധമായി പോയി,
ആരോ ഒരാൾ വന്നപ്പോ ഞാൻ 50,000 പറഞ്ഞത് പിന്നെ തിരുത്താൻ പറ്റൂലല്ലോ, ശരിക്കും ലക്ഷവും കോടിയും വാങ്ങേണ്ട കേസാണ്. ലക്ഷവും കോടിയും വാങ്ങേണ്ട കേസാണ്. വ്യക്തമായ സാമ്പത്തിക താല്പര്യം. ആ സാമ്പത്തിക താല്പര്യം കണ്ടുകൊണ്ട് തന്നെയാണ് പ്രമുഖരായ പല ആളുകളും ഇന്നും അയാളുടെ കൂടെ നിൽക്കുന്നത്. ഇസ്മായിൽ ഫൈലി സൈദാലി ബാപ്പുവാജിയുടെ ഒരു മുരീദിനോട് പറഞ്ഞുവെന്നാണ്, ഞാൻ കിട്ടുന്ന ശമ്പളമല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും കിട്ടുമായിരുന്നോ? ഇന്ന് എന്റെ അവസ്ഥ നല്ല മനോഹരമായ സാമ്പത്തികമായ ഒരവസ്ഥയാണ്. നല്ല വീട്, നല്ല വാഹനം, പോരെങ്കിലോ 10-500 മുരീദുമാർ, അതിൽ ബഹുഭൂരിഭാഗം ഗൾഫിൽ. അവർ മാസാമാസം പണം അയച്ചു തരുന്നുണ്ട്. നല്ല സുഖാണ്. ഇതെങ്ങാനും ദാറുൽ ഹുദയിൽ നിന്നാൽ കിട്ടുമായിരുന്നോ എന്ന് ഇസ്മായിൽ ഫൈലി ചോദിച്ചു. ഇസ്മായിൽ ഫൈലിക്ക് മാത്രമല്ല, എല്ലാ പ്രമുഖരായ പണ്ഡിതന്മാരായ ആളുകൾ, സാധാരണക്കാർ പോട്ടെ, ഇവരുടെ കൂട്ടത്തിലെ ഖലീഫമാരും മുഷാവറ മെമ്പർമാരും ഒക്കെ ആയിട്ടുള്ള പണ്ഡിതന്മാരായ ആളുകൾക്ക് ഇയാൾ തനി തട്ടിപ്പാണ്, ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല, ശരീഅത്തുമില്ല, തിരിച്ചറിഞ്ഞിട്ടും അവിടെ തന്നെ ആ തിരിച്ചു വരുന്നതിൽ നിന്ന് തടയുന്ന സാമ്പത്തികമായ വിലക്കുകളും കെട്ടുപാടുകളും ഉണ്ട് എന്നതാണ്. സാമ്പത്തികമായ കെട്ടുപാടുണ്ട്. പലരും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ്, പലരും വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ്. അതൊക്കെ ഒഴിവാക്കി തിരിച്ചു വന്നാൽ സാമ്പത്തികമായ ഭൗതികമായ നഷ്ടവും കോട്ടവും ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും അവിടെ ഇപ്പോഴും പറ്റിപ്പിടിച്ചു നിൽക്കുന്നത്. ഈ റഹീം മൗല മുസ്ലിയാർ എന്ന് പറയുന്ന വളപുരത്തുകാരൻ റഹീം മുസ്ലിയാർ 2 കൊല്ലം മുമ്പ് ഷെയ്ഖ് തന്നെ പുറത്താക്കിയതാ തരീക്കത്തുനിന്ന്. 2 കൊല്ലം മുമ്പ് റഹീം മുസ്ലിയാരെ, ബാവ ഉസ്താദിനെ, സൈനുൽ ആബിദീൻ നിൽക്കുന്ന സൈദാലി ബാപ്പുവാജിയെ 2 കൊല്ലം മുമ്പ് ആലുവയിലെ ജീലാനി ഷരീഫിൽ നടന്ന സലാത്ത് മജ്ലിസ് കഴിഞ്ഞിട്ടുള്ള ഇയാളുടെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞതാണ്, 4 ആളെ ഞാൻ പുറത്താക്കിയിട്ടുണ്ട്. 4 ആളെ ഞാൻ പുറത്താക്കിയിട്ടുണ്ടെന്നും മൈക്ക് ഓഫ് ചെയ്തിട്ട് 4 ആളുടെ പേര് പറഞ്ഞു. റഹീം മുസ്ലിയാരെ പേര് പറഞ്ഞു, ബാവ ഉസ്താദിന്റെ പേര് പറഞ്ഞു, സൈനുൽ ആബിദീൻ ഫൈലിയുടെ പേര് പറഞ്ഞു, സൈദാലി ബാപ്പുവാജിയുടെ പേര് പറഞ്ഞു. ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന ചിന്തയുള്ളതുകൊണ്ട് സൈനുൽ ആബിദീൻ ഫൈലിയും സൈദാലി ബാപ്പുവാജിയും ആ അസത്യത്തിന്റെ കൂടാരം വിട്ടു പുറത്തു വന്നു. എന്നാൽ റഹീം മുസ്ലിയാരും ബാവ ഉസ്താദും ഷെയ്ഖ് പിരിച്ചുവിട്ടാലും ഞങ്ങൾ പോന്നില്ല എന്ന് പറഞ്ഞ അവിടെ തന്നെ കൂടുക. എന്താ കാരണം? സാമ്പത്തികമായ കെട്ടുപാടുകളാണ്. സാമ്പത്തികമായ നഷ്ടവും കോട്ടവും ഓർത്തുകൊണ്ടാണ് അവരിപ്പോഴും ആ അസത്യത്തിന്റെ പ്രസ്ഥാനത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത്. വളരെ ശക്തമായ ഗ്രൂപ്പിസം, തമ്മിലടി, പടലപ്പിണക്കം തരീക്കത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഗ്രൂപ്പിസം. മഞ്ചേരിയിൽ ഇവർ പുതിയൊരു സ്ഥാപനം തുടങ്ങി, അൽ മദീന എജ്ജുലാൻഡ്. ആലുവയിലെ അൽ മദീന കോളേജിന്റെ ഔദ്യോഗിക ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചേരിയിൽ അൽ മദീന എജ്ജുലാൻഡ് തുടങ്ങി. ആരുടെ നേതൃത്വത്തിൽ? അബ്ബാസ് ഫൈലി ഫൈദി അബ്ബാസ് വഴിക്കടവിന്റെ നേതൃത്വത്തിൽ. എന്തായിരുന്നു അതിന് കാരണം? വളാഞ്ചേരിയിലെ ഇവരുടെ കോളേജിൽ വളപുരം റഹീം മുസ്ലിയാരെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ പേരിൽ സാക്ഷാൽ ഫൈസി അബ്ബാസിനെ വളാഞ്ചേരിയിലെ റഹീം അനുകൂലികളായ വിദ്യാർത്ഥികൾ പടിയടച്ചോയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചു. ആ ഫോട്ടോയിൽ പൂമാല ചാർത്തി ആ അബ്ബാസ് ഫൈസിക്ക് ആദരാഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിച്ചിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ ആദരാഞ്ജലി അർപ്പിച്ച് പടിയടച്ച് പിണ്ടം വെച്ചപ്പോഴാണ് വളാഞ്ചേരിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മഞ്ചേരിയിൽ വന്നിട്ട് അൽ മദീന എജ്ജുലാൻഡ് എന്ന് പറയുന്ന മേലെ നിന്നുള്ള ഓർഡർ പ്രകാരം, സമ്മതപ്രകാരം തുടങ്ങിയത്. മുരീദന്മാര് തമ്മില്, ഖലീഫമാര് തമ്മില്, അവരുടെ മുരീദുമാര് തമ്മിലൊക്കെ വളരെ ശക്തമായ അടിയും പാളയത്തിൽ പടയും നടന്നുകൊണ്ടിരിക്കുന്നു. അത് രൂക്ഷമാവുകയുള്ളൂ. ഒരിക്കലും അത് നിയന്ത്രിക്കാനോ പരിഹരിക്കാനോ സാക്ഷാൽ ഖുതുബുസ്സമാൻ ശ്രമിച്ചാൽ പോലും കഴിയാത്ത ഒരു സാഹചര്യം. നമ്മൾ കാത്തിരിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞ ആ സത്യത്തിലേക്ക് ആളുകൾ തിരിച്ചു വരും. റഹീം മുസ്ലിയാർ തന്നെ പറഞ്ഞു, നേരത്തെ സലാം സാഹിബ് പറയാൻ വിട്ടുപോയതായിരിക്കും, സലാം സാഹിബിന്റെ നാട്ടുകാരനായ ഇബ്രാഹിം കുട്ടിയോട് മക്കയിലോ അല്ലെങ്കിൽ മദീനയിലോ വെച്ച്
സാക്ഷാൽ റഹീം മുസ്ലിയാർ പറഞ്ഞു, മുഅ്മിൻ മുസ്ലിം വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി. കിതാബുകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നത് അതാണ്. എനിക്ക് കൃത്യമായി അതറിയാം. പക്ഷേ തരീഖത്ത് ഒഴിവാക്കി പോകാൻ എനിക്ക് കഴിയില്ല ഇബ്രാഹിം കുട്ടി എന്ന് സാക്ഷാൽ റഹീം മുസ്ലിയാർ തന്നെ ഇബ്രാഹിം കുട്ടിയോട്, സലാം സാഹിബിന്റെ നാട്ടുകാരനായ ഇബ്രാഹിം കുട്ടിയോട് പറഞ്ഞു അത്രേ. എല്ലാവർക്കും എല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും സാമ്പത്തികമായ നഷ്ടങ്ങളുടെയും ലാഭങ്ങളുടെയും കണക്ക് നോക്കിയിട്ട് അയാളുടെ കൂടെ നിൽക്കുക. എല്ലാ തമ്മാടിത്തരങ്ങൾക്കും വ്യാഖ്യാനം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? എല്ലാ കാലത്തും എല്ലാം ഹലാലാകുന്ന ഒരാളുണ്ടാവും. ഈ കാലത്തത് ഞാനാണ്. എല്ലാ കാലത്തും എല്ലാം ഹലാലാകുന്ന ഒരാളുണ്ടാവും. ഈ ഷെയ്ഖിന്റെ വ്യഭിചാര കഥകളെ കുറിച്ച് ഇവിടെ വരാനിരുന്ന വാർഡ് ഷെയ്ഖ് മറുപടി പറഞ്ഞത്, അത് നിങ്ങൾ ബേജാറാവണ്ട, എല്ലാ കാലത്തും എല്ലാം ഹലാലാകുന്ന ഒരാളുണ്ടാവും. ഈ കാലത്ത് ഞാനാണ്. അതുകൊണ്ട് എന്ത് തെമ്മാടുത്തം ചോദ്യം ചെയ്യാൻ പറ്റൂല. സ്വന്തം ഭാര്യമാരെ കൊണ്ടുപോയിട്ട് ഈ ഷെയ്ഖുൻ സാനിയുടെ മുന്നിൽ വഖഫാക്കിയ മുരീദന്മാരുണ്ട്, ഖലീഫമാരുണ്ട്. സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി വഖഫാക്കുക. ആ ഭാര്യയുമായി അനധികൃതമായ വഴിയിൽ ലൈംഗികമായ ബന്ധത്തിലേർപ്പെടുന്നത് വലിയ ഇബാദത്താണ്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന പച്ച പോയത്തക്കാർ. ആ രീതിയിലേക്ക് ഒരു തരീഖത്ത് മനുഷ്യരെ അധപ്പതിപ്പിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കി, എന്തിനാ ഈ തരീഖത്ത് തസവുഫ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ നന്നാക്കാനാണ്. എന്നാൽ ഷെയ്ഖ് തന്നെ എല്ലാ തമ്മാടിത്തരങ്ങളുടെയും കേന്ദ്രമായാൽ എന്ത് ചെയ്യും? പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. പച്ചക്കള്ളങ്ങൾ എന്താ പറയുന്നത്? റഹീം മുസ്ലിയാരോട് ഇയാളെ കൂടെ കൂടാൻ പറഞ്ഞത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു നേരിട്ട് ഹാളിറായിട്ടാണ് എന്നാണ് ഒരു പ്രചരണം. എന്നാൽ വാടാനപ്പള്ളി സലാമാജിയെ കാണാൻ ചെന്നപ്പോ സലാമാജി ഞങ്ങളോട് പറഞ്ഞു പച്ചക്കള്ളമാണിത്. 2 മണിക്കൂർ നേരം തുടർച്ചയായി റഹീം മുസ്ലിയാർക്ക് ഞാൻ ദഅവത്ത് നടത്തിയിട്ടാണ് അയാൾ ഈ തരീഖത്തിൽ കൂടാൻ തീരുമാനിച്ചത്. എന്നിട്ട് പറയാം ഷെയ്ഖ് ജീലാനി നേരിട്ട് വന്നതാണ്. ഏർവാടിയിൽ പതാക ഉയർത്തുന്നത് ഞാനാണ്. വേറെ ചെയ്താൽ വാപ്പുവാജിക്കറിയാം അതിന്റെ സത്യാവസ്ഥ എന്താണ്. പച്ചക്കള്ളം. അതുപോലെ തന്നെ ബഗ്ദാദിൽ നിന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ പേരമക്കൾ വന്നത് ജീലാനി റളിയല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണത്രേ. എന്താ അതിന്റെ കഥ എന്നറിയോ? സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഇയാളുടെ ഒരു മുരീദ്, അയാൾ ബഗ്ദാദിൽ പോയി ബയ്യത്ത് ചെയ്തയാളാണ്. ആ വഴിക്ക് ഇവരോട് പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സക്കീർ ഹുസൈന്റെ സ്പോൺസർഷിപ്പിലാണ് ജീലാനി തങ്ങളുടെ മക്കൾ, പേരക്കുട്ടികൾ കേരളത്തിലേക്ക് വന്നത്. ഇയാളെ കണ്ടത് അത് എവിടെ വിളിച്ചാലും വരും, ആര് പൈസ കൊടുത്താലും വരും. ജീലാനി തങ്ങളൊന്നും അല്ലല്ലോ, അവർ പേരക്കുട്ടികളല്ലേ. ആര് പൈസ കൊടുത്താലും ആര് ക്ഷണിച്ചാലും വരും. എന്നിട്ട് ഇയാൾ പറയുന്നത് ജീലാനി തങ്ങൾ നേരിട്ട് പറഞ്ഞയച്ചതാണെന്നാ. അങ്ങനെ ഒരുപാട് അമാനുഷ്യ കഥകളുടെയും ഒരുപാട് കള്ളക്കഥകളുടെയും മറവെച്ചുകൊണ്ടാണ് ഇയാൾ സമൂഹത്തിൽ വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങളെ കുറിച്ച് പറഞ്ഞത് നേരത്തെ ഇവിടെ പറഞ്ഞു. നെരിക്കൂട്ടിലിടണമെന്ന് പ്രസംഗിച്ചു സയ്യിദ് ഐദ് അലി ശിഹാബ് തങ്ങളെ. ഷെയ്ഖ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പാണക്കാട് കുടുംബം സാദാത്യങ്ങളല്ല, അവർ ജാരസന്തതികളാണ്. സലാമാജി ഞങ്ങളോട് പറഞ്ഞു പാണക്കാട്ടെ സയ്യിദുമാർ ജാരസന്തതികളാണ് എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് അബ്ബാസ് വൈസി പറഞ്ഞ നെരിക്കൂടിലിടോ. നേരത്തെ സലാം ചോദിച്ചല്ലോ ഷെയ്ഖിനെ നെരിക്കൂടിലിടോ, ഉറുമ്പും കൂട്ടിലിടുവോ? ഒരു ഉറുമ്പും കൂട്ടിലിട്ടാ മതി, നമുക്കൊന്ന് പരിശോധിക്കാലോ ഷെയ്ഖാരാ മുറബിയാരാന്നൊക്കെ. ഈ രീതിയിൽ കേരളീയ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാനും ആത്മീയത എന്ന് പറയുന്ന ഏതു കാലത്തും മാർക്കറ്റിൽ വാല്യുള്ള ആ വസ്തുവിനെ ഉപയോഗപ്പെടുത്തി തടിച്ചു കൊടുക്കാനും ശ്രമിക്കുന്ന ഒരു പക്ക സാമദ്രോഹിയും പക്ക കച്ചവടക്കാരനുമല്ലാതെ ഒരാത്മീയതയും ഇയാളുടെ കയ്യിലില്ല. പുകയില്ലാത്ത ആലുവ അടുപ്പ് എന്ന് പറഞ്ഞ പോലെ ആത്മീയതയില്ലാത്ത ആലുവ തരീഖത്താണിത്. ഇൻഷാ അല്ലാഹ് അതിന്റെ സത്യാവസ്ഥകൾ വിശദമായി പുറത്തു വരും. സലാമാജി, വാടാനപ്പള്ളി അടക്കമുള്ള വിശ്വസ്തരായ ആളുകൾ വർഷങ്ങളോളം ഇയാളെ കൊണ്ടു നടക്കുകയും ഇയാളുടെ എല്ലാ തമ്മാടിത്തരങ്ങളും നേരിൽ കാണുകയും ചെയ്ത ആളുകളൊക്കെ വേദിയിൽ വന്ന് സത്യമായി തുറന്നു പറയാൻ പോവാൻ. കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ചെയ്താൽ വാപ്പുവാജി ആവശ്യപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്നാൽ ഞാൻ മറന്നു, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇയാളെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഇയാൾക്ക് തരീഖത്ത് കിട്ടിയതും ഖിലാഫത്ത് കിട്ടിയതിനെ കുറിച്ചുമൊക്കെ ഒരുപാട് പൊലിപ്പിച്ച കഥകൾ. പൂനെയിലെ മദാർ ഷാ ഖാദിരി
തരീക്കത്ത് കൊടുത്തു എന്നും വാടിയിലെ മുഹമ്മദ് ബാദ്ഷാ യമാനി ഖിലാഫത്ത് കൊടുത്തു എന്നാ പ്രചരണം. എന്നാൽ വാടിയിൽ പോയി മുഹമ്മദ് ബാദ്ഷാ തങ്ങളുടെ മക്കൾ ഇബ്രാഹിം ഷാ ഖാദിരി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇത് അംഗീകരിക്കുന്നില്ല. ഇബ്രാഹിം ഷാ ഖാദിരിയുടെ മകൻ അബൂ തുറാബ് ഷാഹ് അൽ ഖാദിരിയാണ് ഇന്ന് വാടിയിലെ സ്ഥാനാധിപതി, അദ്ദേഹം ഇത് അംഗീകരിക്കുന്നില്ല. മുഹമ്മദ് ബാദ്ഷാ യമാനി എന്ന് പറയുന്നയാൾ ആലുവ സുൽത്താൻ അങ്ങനെ ഒരു ഖിലാഫത്ത് കൊടുത്തിട്ടേ ഇല്ല, ഒരു ഖിലാഫത്ത് കൊടുത്തിട്ടേ ഇല്ല. ഇല്ലാത്ത ഖിലാഫത്തിന്റെ പേരിലാണ് ഈ വല്ലാത്ത പൊല്ലാപ്പൊക്കെ നടക്കുന്നത് എന്നർത്ഥം. ഇല്ലാത്ത ഖിലാഫത്ത്, മൂപ്പരിക്ക് തന്നെ ഖിലാഫത്തില്ല, എന്നിട്ടാ മൂപ്പര് വാരിക്കോരി ഖിലാഫത്ത്, അബ്ദാല്, റിജാലുൽ ഗൈബ് 50,000 ആര് കൊടുത്തു? അത് ചാത്തനും ആരായാലും അവന്റെ മതമൊന്നും പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, ആരായാലും 50,000 കൊടുത്തോ നേരെ അബ്ദാലിന്റെ പോസ്റ്റിലേക്ക്, റിജാലുൽ ഗൈബിന്റെ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ആര്? ഖിലാഫത്ത് പോലുമില്ലാത്ത ഇയാൾ. അതാണ് ഇതിന്റെ അവസ്ഥ. എന്നാൽ ഈ പറയുന്ന കഥകൾക്കിടയിൽ പറയാതെ പോകുന്ന ഒരു കഥയുണ്ട്. ഹാജി മലയുടെ മുകളിൽ, ഹാജി മലയുടെ, ബോംബെയിലെ ഹാജി മലയുടെ മുകളിൽ ഇയാൾ ഒരുപാട് കാലം ധ്യാനത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഹാജി മലയുടെ താഴ്വരത്തുണ്ടായിരുന്ന ഹിന്ദു സന്യാസിയുടെ കൂടെ കൂടി അയാളുടെ മരണം വരെ അയാൾക്ക് സേവനം ചെയ്ത് അയാളുടെ പൈശാചികമായ സേവകളും ഷിർക്കിന്റെ മന്ത്രങ്ങളും പഠിച്ചിട്ടാണ് ഇയാൾ കേരളത്തിലേക്ക് വന്നത്. ആരും പറയാത്തൊരു കഥയാണ്. ഇയാളുടെ മാത്രം പറയുന്ന കൂട്ടത്തിൽ പറയാൻ വിട്ടുപോകുന്ന ഒരു കഥ. ഹാജിമലയുടെ താഴ്വാരത്തിലുള്ള സന്യാസിയുമായി ഇയാൾ ബന്ധപ്പെട്ടതും പക്ക ഷിർക്കൻ മന്ത്രവാദങ്ങളും അതുപോലെ തന്നെ ഷിർക്കൻ സേവകളും പഠിച്ചിട്ടാണ് ഇയാൾ കേരളത്തിൽ വന്നത്. ആ സേവയുടെ ബലത്തിലാണ് ഇയാൾ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. ആ യാഥാർത്ഥ്യം പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദുബൈയിലെ പ്രമുഖരായ മുരീദന്മാർ, 100 കണക്കിന് മുരീദന്മാർ ഒന്നിച്ച് തീരത്തേക്ക് കടന്നു വന്ന വാർത്തകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വായിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കാത്തിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന് പറയുന്ന ഇലാഹിയായ പ്രസ്ഥാനം നമ്മോട് പറഞ്ഞ ആ ഇടത്തേക്ക് കാര്യങ്ങളൊത്തും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ പ്രചാരകരാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നാടുകളിൽ സാധാരണക്കാരായ പല ആളുകളും ഇയാളുടെ മായാജാലങ്ങൾ കണ്ട് സ്വപ്നം വഴിയുള്ള ഇയാളുടെ നിർദ്ദേശങ്ങളൊക്കെ കണ്ടിട്ട് സാധാരണക്കാരായ പല ആളുകളും ഇയാളുടെ വലയിൽ വീടുന്നുണ്ട്. അത്തരക്കാർക്ക് ഈ സത്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവരെ ആത്യന്തികമായ നാശത്തിന്റെ പടുകുടിയിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്തം നമ്മളാണ് നിർവഹിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി